ഇന്ന് നമ്മൾ ഒരുമിച്ച് ചിന്തിക്കാൻ പോകുന്ന നാക്കിനെ കുറിച്ചാണ്. ഞാൻ ഉൾപ്പെടെ നമ്മൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിനാസ്പദമായി നാം ഇന്ന് ചിന്തിക്കാൻ ആഗ്രഹിക്കുന്ന 1 പത്രോസിന്റെ ലേഖനം 1-ാം അധ്യായം 10 മുതൽ 12 വരെയുള്ള വാക്യങ്ങളാണ്. 1 പത്രോസ് 3-ാം അധ്യായം 10 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. ജീവനെ ആഗ്രഹിക്കുകയും ശുഭകാലം കാണുവാൻ ഇച്ഛിക്കുകയും ചെയ്യുന്നവൻ ദോഷം ചെയ്യാതെ തൻ്റെ നാവിനെയും വ്യാജം പറയാതെ അധരത്തെയും അടക്കിക്കൊള്ളട്ടെ. അവൻ ദോഷം വിട്ടകന്ന് ഗുണം ചെയ്യുകയും സമാധാനം അന്വേഷിച്ച് പിന്തുടരുകയും ചെയ്യട്ടെ. കർത്താവിൻ്റെ കണ്ണ് നീതിമാന്മാരുടെ മേലും അവൻ്റെ ചെവി അവരുടെ പ്രാർത്ഥനയ്ക്കും തുറന്നിരിക്കുന്നു. എന്നാൽ കർത്താവിൻ്റെ മുഖം ദുഷ്പ്രവർത്തിക്കാർക്ക് പ്രതികൂലമായിരിക്കുന്നു. മതി. താങ്ക് യു ആൻറ്റി. ഈ ഭാഗങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ഇതിന്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് വേണം നാം എന്തുവാ ഇവിടെ പറയുന്നുള്ള ശ്രദ്ധിക്കാൻ. ഞാൻ പറഞ്ഞു, നമ്മൾ നാവിനെ കുറിച്ചാണ് ഒരുമിച്ച് ചിന്തിക്കുന്നത്. എന്നാൽ ഈ ഭാഗത്ത് ഒത്തിരി കാര്യങ്ങൾ നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇടയ്ക്ക് മറ്റിടത്തേക്ക് നമ്മുടെ ശ്രദ്ധ പോവരുത്. നാവ് എന്നുള്ളതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ശ്രദ്ധാ വിഷയം ഇന്ന് വൈകിട്ട്. അപ്പം ഈ 10 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ നമുക്കറിയാം. നമ്മുടെ ബൈബിൾ, നമ്മൾ വായിക്കുന്ന ബൈബിളിൽ അതൊരു ഡബിൾ കൊട്ടേഷനിൽ അല്ലെ, ഡബിൾ കോട്ട്സിലാണ് ഇട്ടിരിക്കുന്നത്, ഇൻവേർട്ടഡ് കോമയിലാണ് ഇട്ടിരിക്കുന്നത്. അതിന്റെ അർത്ഥം എന്താ? അത് കോട്ട് ചെയ്ത വേറെ ഏതോ ഭാഗത്തു നിന്ന് പരാമർശിച്ചേക്കുന്നതാണ്. നമുക്ക് അതിലേക്ക് വരാം. പക്ഷേ അപ്പോസ്തലനായ പത്രോസ് ഈ ലെറ്റർ അയക്കുന്ന ആൾക്കാരോട് എന്തിനാണ് ഇപ്പോൾ ഇതിനെപ്പറ്റി ഇവിടെ പരാമർശിക്കുന്നതെന്നുള്ളത് നമ്മൾ ചിന്തിക്കാനായിട്ട് പോവുകയാണ്. അപ്പൊ ഇത്രയും വായിച്ചപ്പോൾ നമുക്ക് മനസ്സിലായില്ല ഇവിടുത്തെ മെയിൻ വിഷയം എന്താണ്. നാവിനെ കുറിച്ചുള്ള, നാവും പ്രാർത്ഥനയും തമ്മിലുള്ള വലിയ കണക്ഷൻ നമ്മൾ അവിടെ കാണുന്നുണ്ട്. നമ്മൾ അതിലേക്ക് വരാം. അപ്പൊ ശ്രദ്ധിക്കുക, ഇവിടെ നമുക്കറിയാം 1 പത്രോസിന്റെ ലേഖനം അല്ലെ, പത്രോസ് തന്റെ ഓഡിയൻസിന് എഴുതിയ ലേഖനം എന്തിനാണെന്നുള്ളത് നമ്മൾ പലപ്പോഴും പ്രസംഗങ്ങളിൽ കൂടി കേട്ടിട്ടുണ്ടെങ്കിലും നമ്മുടെ ഇന്നത്തെ പഠനത്തോടുള്ള ബന്ധത്തിൽ അല്പമായി നമുക്കൊന്ന് ചിന്തിക്കാം. ഈ ലേഖനം എഴുതുന്നത് വളരെ ശക്തമായ പീഡനത്തിൽ കൂടി കടന്നു പോകുന്ന ഒരു കൂട്ടം ദൈവജനത്തിനാണ്. നമുക്കറിയാം 1-ാം നൂറ്റാണ്ടിലെ സഭ ശക്തമായ പീഡനത്തിൽ കൂടി, നാം ഒക്കെ ചിന്തിക്കുന്നതിലും നമുക്കൊക്കെ സങ്കല്പിക്കാൻ കഴിയുന്നതിലും അപ്പുറമായിട്ടുള്ള പീഡനത്തിൽ കൂടി 1-ാം നൂറ്റാണ്ടിലെ സഭ കടന്നുപോയി. നമ്മൾ പല ലെറ്റേഴ്സ് എടുത്ത് പഠിക്കുമ്പോൾ ഈ അപ്പോസ്തലന്മാർ ഈ ലേഖനങ്ങൾ എഴുതുന്നത് ഇവരെ ധൈര്യപ്പെടുത്താൻ വേണ്ടിയാണ്. നിങ്ങൾ ഇപ്പോൾ പീഡനത്തിൽ കൂടി, ശക്തമായ പ്രതികൂലത്തിൽ കൂടി കടന്നു പോവുകയാണ്. പക്ഷേ നിങ്ങൾ അറിഞ്ഞ മാർഗം വിട്ടു പോവരുത്. നിങ്ങൾ യേശു കർത്താവിനെ മുറുകെ പിടിച്ച് നിൽക്കണം. അതിനുള്ള ധൈര്യവും അതിനുള്ള ആവേശവും അവർക്ക് പകർന്നു കൊടുക്കുകയാണ് ഈ ലെറ്റേഴ്സിൽ കൂടി സാധാരണ ഈ അപ്പോസ്തലന്മാർ ചെയ്യാറുള്ളത്. അപ്പം ഈ ലേഖനത്തിന്റെ പലയിടങ്ങളിൽ നിന്നുള്ള പ്രസംഗങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ ഈ പൊതുവായിട്ടുള്ള പശ്ചാത്തലത്തിൽ നിന്ന് അല്പം നമ്മൾ ഇപ്പോൾ നമ്മൾ വായിച്ച ഭാഗത്തിന് തൊട്ടു മുമ്പിലുള്ള പശ്ചാത്തലത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ 8 മുതലുള്ള വാക്യങ്ങൾ, 8-9 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പം അവിടെ ഒരു കാര്യം പറയുന്നുണ്ട്. അവിടെ 8-ാം വാക്യത്തിൽ ഈ കമ്മ്യൂണിറ്റി, അപ്പോസ്തലനായ പത്രോസ് ഈ ലേഖനം എഴുതുന്ന കമ്മ്യൂണിറ്റിക്ക് ഉണ്ടാകേണ്ട മനോഭാവം, അവരുടെ മനോഭാവത്തെ കുറിച്ച് അവിടെ പറയുന്നത്. 9-ാം വാക്യത്തിൽ ഈ കമ്മ്യൂണിറ്റിയുടെ പ്രതികരണം എന്തായിരിക്കണം എന്നുള്ളതാണ് നാം കാണുന്നത്. ഇനി എന്തിനോടുള്ള ബന്ധത്തിലുള്ള മനോഭാവവും പ്രതികരണവുമാണ്? പീഡനം അനുഭവിക്കുമ്പോൾ അവർക്കുണ്ടായിരിക്കേണ്ട മനോഭാവവും അവർ കാണിക്കേണ്ട പ്രതികരണവുമാണ് ഈ 8-9 വാക്യങ്ങളിൽ നാം വായിക്കുന്നത്. ശ്രദ്ധിക്കുന്നുണ്ടല്ലോ അല്ലെ? അപ്പൊ നമ്മൾ ഈ 10 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇതിന് മുമ്പ് ഇതിന് ശേഷമുള്ള വാക്യങ്ങൾ നമ്മൾ ഒരുമിച്ച് ചിന്തിക്കും. അപ്പോൾ ഇവരോട് പറയും, നിങ്ങൾ പീഡനം അനുഭവിക്കുമ്പോൾ, ശക്തമായ പീഡനം നിങ്ങൾ അനുഭവിക്കുമ്പോൾ നിങ്ങൾ എങ്ങനെയുള്ള മനോഭാവമുള്ളവരായിരിക്കണം? ഐകമത്യവും സഹതാപവും സഹോദരപ്രീതിയും മനസ്സലിവും വിനയബുദ്ധിയും ഉള്ളവരായിരിപ്പീൻ. അപ്പോൾ ഐകമത്യവും സഹതാപവും സഹോദരപ്രീതിയും മനസ്സലിവും ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും? അവരുടെ ഇടയിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലെ, കൂട്ടുവിശ്വാസികൾ തമ്മിൽ ഒരു പരിധി വരെയൊക്കെ കൊണ്ടുപോവാം. എന്നാൽ അവിടെ പറഞ്ഞിരിക്കുന്നത് വിനയബുദ്ധി ഉള്ളവരായിരിക്കും. അപ്പോ പുറത്തുള്ളവർ നിങ്ങളെ പീഡിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തുണ്ടായിരിക്കണം? വിനയം ഉണ്ടായിരിക്കണം. എന്ന് വെച്ചാൽ അവരിങ്ങോട്ട് പീഡിപ്പിക്കുമ്പോൾ തിരിച്ച് പ്രതികരിക്കാനല്ല നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. ഇനി 9-ാം വാക്യത്തിൽ നമ്മൾ എന്താ കാണുന്നത്? ദോഷത്തിന് ദോഷവും ശകാരത്തിന് ശകാരവും പകരം ചെയ്യാതെ നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കേണ്ടതിന് വിളിക്കപ്പെട്ടതുകൊണ്ട് അനുഗ്രഹിക്കുന്നവരാകുവീൻ. അവിടെ എന്താ പറയുന്നത്? 9-ാം വാക്യത്തിൽ നിങ്ങൾക്കെതിരെ ശക്തമായ വാക്കുകൾ ഉപയോഗിക്കും, നിങ്ങളെ ശാരീരികമായി ഉപദ്രവിക്കും, നിങ്ങളിൽ ചിലരെ കൊല്ലും. പക്ഷെ ആ ഓരോ സാഹചര്യങ്ങളിൽ എന്ത് ചെയ്യണം? ദോഷത്തിന് പകരം നിങ്ങൾ ദോഷം ചെയ്യാൻ പോകരുത്, ശകാരത്തിന് പകരം നിങ്ങൾ ശകാരിക്കാനായിട്ട് പോകരുത്. കാര്യം എന്താ? നിങ്ങൾക്ക് മുമ്പേ കടന്നുപോയ നമ്മുടെ നാഥനായ യേശു കർത്താവിന്റെ മാതൃകയാണ് അവർക്ക് അപ്പോസ്തലനായ പത്രോസ് കാണിച്ചു കൊടുക്കുന്നത്. ഇതിന് തൊട്ടു മുമ്പുള്ള അധ്യായം, 2-ാം അധ്യായത്തിന്റെ
22-ാം വാക്യത്തിൽ നമ്മൾ കർത്താവിന്റെ പ്രതികരണം കാണുന്നുണ്ട്. എന്താണ്? അവൻ പാപം ചെയ്തിട്ടില്ല, അവന്റെ വായിൽ വഞ്ചന ഒന്നും ഉണ്ടായിരുന്നില്ല, തന്നെ ശകാരിച്ചിട്ട് പകരം ശകാരിക്കാതെയും കഷ്ടം അനുഭവിച്ചിട്ട് ഭീഷണം പറയാതെയും ന്യായമായി വിധിക്കുന്നവങ്കിൽ കാര്യം ഭരമേൽപ്പിക്കുക അത്രേ ചെയ്തത്. ഇതായിരുന്നു കർത്താവിന്റെ മനോഭാവം. ഇതേ മനോഭാവം നിങ്ങൾക്കും ഉണ്ടാകണം. പീഡനം അനുഭവിക്കുമ്പോൾ, നിങ്ങൾക്കെതിരായിട്ട് ശക്തമായ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ പ്രതികരിക്കാനുള്ള ബലമല്ല, മിണ്ടാതെ ഇരിക്കുവാനുള്ള ബലം ദൈവത്തോട് ചോദിക്കണം എന്നാണ് ഈ കമ്മ്യൂണിറ്റിയോട് പറഞ്ഞു കൊടുക്കുന്നത്. ലോകപരമായി ആരാണ് മിടുക്കൻ? പ്രതികരിക്കുന്നവൻ. നമ്മളോട് 10 ഇങ്ങോട്ട് പറയുമ്പോൾ 20 പറഞ്ഞ് വായടയ്ക്കാൻ കഴിവുള്ളവരാണ് ലോകത്തിന്റെ ദൃഷ്ടിയിൽ മിടുക്കർ. പക്ഷെ പത്രോസ് അപ്പോസ്തലൻ പറയുകയാണ്, നിങ്ങൾക്കെതിരെ രൂക്ഷമായ വാക്കുകൾ, നിങ്ങൾ ചെയ്യാത്തത് നിങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞ് നിങ്ങളെ ഇവിടെ പീഡിപ്പിക്കുമ്പോൾ, ഉപദ്രവിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? പ്രതികരിക്കാൻ പോവരുത്. അത് നാവുമായിട്ട് വളരെ ബന്ധമുള്ള കാര്യമാണ്. ഇങ്ങോട്ട് 10 പറയുമ്പോൾ തിരിച്ച് പറയാന്നുള്ള നാവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. അപ്പൊ ഇങ്ങോട്ട് ശകാരിക്കുമ്പോൾ തിരിച്ചെന്ത് ചെയ്യരുത്? ശകാരിക്കരുത്. നിങ്ങളുടെ വിളിയെ ഓർക്കണം. എന്താ വിളി? ഈ ശകാരവും ഇതെല്ലാം കേൾക്കാനുള്ള വിളിയാണ് നിങ്ങൾക്ക് ഉള്ളത്, അല്ലേ? നിങ്ങൾ അതുകൊണ്ട് എന്ത് ചെയ്യണം? അവരെ അനുഗ്രഹിക്കണം. നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നത് ശകാരിക്കുന്നവരെ തിരിച്ച് ശകാരിക്കാനല്ല, അവരെ അനുഗ്രഹിക്കാൻ വേണ്ടിയ കാര്യം. അവസാനം ഒരു അനുഗ്രഹം അനുഭവിക്കേണ്ടതിന് നിങ്ങൾ വിളിക്കപ്പെട്ടവരാണെന്നുള്ളതാണ് ആ വാക്യത്തിന്റെ അർത്ഥം. ഇവിടെ അപ്പോസ്തലനായ പത്രോസ് ഈ ലേഖനം ഇവർ വിളിയെക്കുറിച്ച് പല ഇടങ്ങളിൽ പറയുന്നുണ്ട്. 2:9 പറയുന്നുണ്ട്, അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിക്കപ്പെട്ട ഒരു കൂട്ടമാണിവര്. അതുമാത്രമല്ല, 2-ാം അധ്യായം 21-ാം വാക്യത്തിൽ എന്താ കാണുന്നേ? അതിനായിട്ടല്ലോ നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. എന്തിനു വേണ്ടി? കഷ്ടം അനുഭവിക്കുവാൻ, കർത്താവിന്റെ കാൽച്ചുവടുകളെ പിന്തുടരുവാൻ. അപ്പോൾ ഇതാ നിങ്ങളുടെ വിളി. ശകാരിക്കുമ്പോൾ തിരിച്ച് ശകാരിക്കാനല്ല, അവരെ അനുഗ്രഹിക്കുവാനും അതിൻ്റെ പരിണിത ഫലമായി ഭാവിയിൽ സ്വർഗീയ അനുഗ്രഹങ്ങളെ കൈവശമാക്കേണ്ടവരാ നിങ്ങൾ. അതുകൊണ്ട് ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യാൻ പോകണ്ട? പ്രതികരിക്കാൻ ഒന്നും പോവണ്ട. ആ പശ്ചാത്തലത്തിലാണ് 10 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ നാം മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ശകാരിച്ച് ജയം നേടാനുള്ള ഒരു വിളിയല്ല നിങ്ങളുടെ വ്യത്യസ്തമായ വിളിയാണ്. ലോകപ്രകാരം ഈ റോമൻ രാജാക്കന്മാർ നിങ്ങളെ പീഡിപ്പിക്കുമ്പോൾ അവരുടെ വിചാരം എന്താണ്? അവർ ജയിച്ചു. അല്ല, അവർ ഉപദ്രവിക്കുമ്പോൾ അവരുടെ വിചാരം ഈ ക്രിസ്ത്യാനികൾക്ക് പ്രതികരിക്കാനൊന്നും കഴിവില്ലാത്തവരാണ്, അപ്പോൾ എത്രമാത്രം അവരെ ഉപദ്രവിച്ചാലും പ്രശ്നമില്ല എന്നാണ്. മാനുഷികമായത് മൂഢതയാണെങ്കിൽ തോന്നിയാൽ തന്നെയും ക്രിസ്തു വിശ്വാസികളെ, ക്രിസ്തുവിന്റെ അനുയായികളെ ശകാരത്തിന് ശകാരം കൊടുക്കാൻ പോകണ്ട. നിങ്ങളുടെ വിളി വ്യത്യസ്തമാണെന്നുള്ളതാണ് അവരെ ഓർമ്മിപ്പിക്കുന്നത്. ഈ 10 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ ഈ നാവിനോടുള്ള ബന്ധത്തിൽ ശരിക്കും മനസ്സിലാകേണ്ട, അല്ലെ 10 മുതൽ 12 വരെയുള്ള വാക്യങ്ങളെ ചേർത്ത് നിർത്തുന്ന ഒരു പദം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശുഭകാലം കാണുവാൻ ഇച്ഛിക്കുക. ശുഭകാലം, ഗുഡ് ഡേയ്സ് നമ്മൾ ഇംഗ്ലീഷിൽ കാണും, ഗുഡ് ഡേയ്സ്. ഈ വാക്കിന്റെ അർത്ഥം എന്തുവാണ് ഈ ഗുഡ് ഡേയ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഇവരോട് പറയുന്നത് എന്താണ്? ജീവനെ ആഗ്രഹിക്കുകയും ശുഭകാലം കാണുവാൻ ഇച്ഛിക്കുകയും ചെയ്യുന്നവൻ എന്തോ എടുത്തോണം? നാക്കിനെ സൂക്ഷിച്ചോണം. അതാണ് ശരിക്കും ആ വാക്യത്തിന്റെ സമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ഈ ജീവനെ കാണുകയും ശുഭകാലം കാണുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ശരിക്കും ഇവരായിരിക്കുന്ന സിറ്റുവേഷനിൽ ഇവരുടെ ജീവനെ സൂക്ഷിക്കാൻ ഇവർക്ക് കഴിയുമോ? ഇല്ല. ശുഭകാലം എന്ന് പറയുന്ന ഒന്ന് പ്രതീക്ഷിക്കാനേ അവർക്ക് കഴിയുമോ? ഇല്ല. പക്ഷെ ഈ ജീവനെ കാണുകയും ശുഭകാലം കാണുവാൻ നിങ്ങൾക്ക് കഴിയും. എങ്ങനെ? നാക്കിനെ സൂക്ഷിച്ചാൽ കഴിയുമെന്നാണ് ഇവിടെ പറയുന്നത്. ഇനി ഈ ശുഭകാലം എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാകണമെങ്കിൽ ഈ ക്വട്ടേഷൻ എടുത്തിരിക്കുന്ന അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു പോകണം. ഈ 10 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ കാണുന്നത് സങ്കീർത്തന പുസ്തകം 34-ാം അധ്യായത്തിന്റെ 12 മുതൽ 16 വരെയുള്ള വാക്യങ്ങളാണ് ശരിക്കും ഈ വാക്യങ്ങൾ. സങ്കീർത്തനങ്ങൾ 34-ന്റെ 12 മുതൽ 16 വരെയുള്ള വാക്യങ്ങളാണ്. അവിടെ നേരിട്ട് അതിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. മിക്കവാറും കാര്യങ്ങളെല്ലാം തന്നെ ഇവിടെയും എഴുതിയിട്ടുണ്ട്. സങ്കീർത്തനങ്ങൾ 34-ന്റെ 12 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. ആ 34-ാം അധ്യായം നമ്മളിൽ പലർക്കും പല വാക്യങ്ങളും മനഃപ്പാടമുള്ള വാക്യങ്ങളാണ് സങ്കീർത്തനങ്ങളിൽ, അല്ലേ? നമുക്ക് എല്ലാവർക്കും നന്നായിട്ട് അറിയാവുന്ന ഒരു സങ്കീർത്തനമാണ്. എന്താണ്? യഹോവ നല്ലവൻ എന്ന് രുചിച്ചറിയുവിൻ, അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. 34-ന്റെ 8 നമുക്ക് നന്നായിട്ട് അറിയാം. 34-ന്റെ 1 അറിയാം. ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവന്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കും. പക്ഷെ ഇതേ അധ്യായത്തിലെ വാക്യങ്ങൾ ആ 12 തൊട്ട് താഴോട്ടുള്ള എന്താ? നാവ് സൂക്ഷിക്കണം എന്നുള്ള വാക്യങ്ങൾ. അങ്ങനെയുള്ള വാക്യങ്ങൾ സാധാരണ നാം ശ്രദ്ധിക്കാറില്ല. മറ്റു വാക്യങ്ങളാണ് പ്രോമിസ്, വാഗ്ദത്ത വചനങ്ങളായി നമ്മൾ ചേർത്ത് പിടിക്കുന്നത്. പക്ഷെ ഇങ്ങനെയുള്ള തിരുത്തലുകളും വചനത്തിൽ നമുക്ക് വേണ്ടി ഉണ്ടെന്നുള്ള യാഥാർത്ഥ്യം കൂടെ നാം തിരിച്ചറിയണം. ഇവിടെ കടന്നു വരണം. ഈ 34-ാം അധ്യായം 12 മുതൽ വായിക്കുമ്പോൾ, ഇതും 1 പത്രോസ് 3-ാം അധ്യായം 10 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ ചേർത്താണ് പഠിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ശുഭകാലം, ആ വാക്കൊന്ന് ശ്രദ്ധിക്കാൻ വേണ്ടിയാണ് നാം പോകുന്നത്.
ശ്രദ്ധിക്കണം ഇങ്ങോട്ട്. പത്രോസിന്റെ ലേഖനത്തിൽ ഞാൻ പറഞ്ഞല്ലോ, ശരിക്കും ഈ കമ്മ്യൂണിറ്റിയെ സംബന്ധിച്ച് ശുഭകാലം എന്ന് പറയുന്ന ഒന്ന് അവർക്ക് ഇപ്പോൾ ഉണ്ടോ? മാനുഷികമായി നോക്കിയാൽ അവരുടെ ജീവിതത്തിൽ ഏറ്റവും വേഴ്സായിട്ടുള്ള ഒരു സാഹചര്യത്തിലാണ് അവർ, ഏറ്റവും അവർ ചിന്തിക്കാത്ത, അല്ലെ അവർ ആഗ്രഹിക്കാത്ത, ഒരിക്കലും അവർക്ക് വേണമെന്ന് അവർ ചിന്തിക്കാത്ത ഒരു സമയത്തു കൂടിയാണ് അവർ കടന്നു പോകുന്നത്. പക്ഷേ ഇതിനകത്തൊരു ശുഭകാലമുണ്ട്, ഇതിനകത്ത് ചില നന്മയുണ്ട്. എന്താ നന്മയെന്ന് അറിയാമോ? ശരിക്കും ഈ ശുഭകാലം എന്ന് പറഞ്ഞാൽ എന്താ? ഈ കഷ്ടത ഒന്നുമില്ലാത്ത, അല്ലെങ്കിൽ പ്രയാസങ്ങളൊന്നുമില്ലാത്ത, വേദനകളൊന്നുമില്ലാത്ത, ഒരു പ്രശ്നവും ഇല്ലാത്ത സമയമാണോ ശരിക്കും ഈ ശുഭകാലം എന്ന് പറഞ്ഞാൽ? അങ്ങനെയാണെങ്കിൽ അപ്പോസ്തലനായ പത്രോസ് ആ വാക്ക് അവിടെ ഉപയോഗിക്കരുത്, അല്ലേ? പ്രയാസങ്ങളില്ലാത്ത, അല്ലെങ്കിൽ എല്ലാം കഴിഞ്ഞ് ശാന്തമായ ഒരു സാഹചര്യമാണ് ശുഭകാലമെങ്കിൽ അപ്പോസ്തലനായ പത്രോസ് മനഃപൂർവ്വം ആ വാക്ക് ഇവിടെ നിന്ന് എടുത്ത് മാറ്റണം. കാര്യം ആ കമ്മ്യൂണിറ്റിയെ സംബന്ധിച്ച് അത് വളരെ ഇൻസിഗ്നിഫിക്കൻ്റ് ആണ്, അപ്രസക്തമാണ് ആ വാക്ക്. എന്നാൽ ശുഭകാലം നമ്മൾ ഉദ്ദേശിക്കുന്നതിൽ അപ്പുറം അർത്ഥമുള്ള ഒരു പദമാണ്. അത് നമ്മൾ സങ്കീർത്തനങ്ങൾ 34 അടിസ്ഥാനത്തിൽ കൂടി മനസ്സിലാക്കണം. എന്താ ശരിക്കും ശുഭകാലം എന്ന് പറഞ്ഞാൽ അറിയാമോ? ആ അധ്യായം മുഴുവൻ നാം പഠിച്ചു കഴിഞ്ഞാൽ ശുഭകാലം എന്ന് പറഞ്ഞാൽ ദൈവത്തെ പുകഴ്ത്തുന്ന കാലമാണ്. 34 അധ്യായം 1, 2, 3 വാക്യങ്ങൾ എന്താണെന്നറിയാമോ? സാഹചര്യം എല്ലാം അനുകൂലമായി നിൽക്കുമ്പോഴല്ല, സാഹചര്യം എങ്ങനെ പോയാലും എൻ്റെ നാവിൽ ദൈവത്തിന്റെ സ്തുതി എന്നും നിലനിൽക്കും. ഇതാണ് ശുഭകാലത്തിന്റെ പ്രത്യേകത. എല്ലാം അനുകൂലമായിട്ടല്ല, എന്ത് സാഹചര്യം വന്നല്ല, അനുകൂലമാണെങ്കിലും പ്രതികൂലമാണെങ്കിലും, കഷ്ടമാണെങ്കിലും സന്തോഷമാണെങ്കിലും എൻ്റെ നാവിൽ നിന്ന് ദൈവത്തിന്റെ സ്തുതി മാറിപ്പോവുകയില്ല. ഇതാ ശുഭകാലം. രണ്ടാമതായി നാം കാണുന്നത് നമ്മുടെ പ്രാർത്ഥനകൾ ദൈവം കേൾക്കുന്ന എന്ന് വെച്ചാൽ, ദൈവം എപ്പോഴാണ് നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നത്? നാം ഈ അധ്യായം തുടർന്ന് വായിക്കുമ്പോൾ നാം ചിന്തിക്കും. പക്ഷെ ഈ ഭാഗത്തോടുള്ള ബന്ധത്തിൽ ദൈവവുമായിട്ടുള്ള നല്ല കണക്ഷൻ, ദൈവവുമായിട്ട് ശരിയായ ബന്ധമുള്ളവരുടെ പ്രാർത്ഥന എന്ത് ചെയ്യും? ദൈവം കേൾക്കും എന്നുള്ളത് നമ്മൾ തുടർന്ന് ചിന്തിക്കും. ഇവിടെ 34 അധ്യായം 4, 5, 6, 7 വാക്യങ്ങളിൽ നമ്മൾ ചേർത്ത് പഠിച്ചാൽ മനസ്സിലാകുന്നത് എന്താണ്? ദൈവം പ്രാർത്ഥന കേൾക്കുന്ന എന്ന് വെച്ചാൽ ദൈവവുമായിട്ട് നല്ല ബന്ധമുള്ള സമയമാണ് ശുഭകാലം എന്ന് പറഞ്ഞാൽ. അതപ്പം കഷ്ടമാണെങ്കിലും നല്ലതാണെങ്കിലും, രോഗത്തിലാണെങ്കിലും ആരോഗ്യത്തിലാണെങ്കിലും, ഏത് സാഹചര്യത്തിലും ദൈവവുമായിട്ട് ശരിയായ ബന്ധമുള്ളത് ആരാണോ അവർക്കുള്ളത് ശുഭകാലമാണ്. അടുത്തതായിട്ട് നാം കാണേണ്ടത് 34 8 വാക്യം എന്താണ്? യഹോവ നല്ലവനെന്ന് രുചിച്ചറിയുന്നതാണ് ശുഭകാലത്തിന്റെ പ്രത്യേകത. യഹോവ നല്ലവൻ എന്ന് രുചിച്ചറിയുന്നത്. എങ്ങനെ ഈ രുചിച്ചറിയുന്നത്? ഒരു കാര്യം നമ്മൾ സാധാരണ ഈ രുചി എന്തിനോടുള്ള ബന്ധത്തില? ഭക്ഷണത്തോടുള്ള ബന്ധത്തില നാം മനസ്സിലാക്കുന്നില്ലേ? അതിനെ അനുഭവിക്കുമ്പോഴാണ് ആഹാരം എന്തുമാത്രം നല്ലതാണ് എന്നുള്ളത് നാം തിരിച്ചറിയുന്നത് പോലെ യഹോവ നല്ലവനെന്ന് രുചിച്ചറിയുക എന്ന് പറഞ്ഞാൽ സാഹചര്യങ്ങളുമായി നാം ഏറ്റുമുട്ടുമ്പോൾ, ജീവിതത്തിന്റെ പച്ചയായ യാഥാർത്ഥ്യങ്ങളുമായി നാം ഏറ്റുമുട്ടുമ്പോൾ ദൈവം എത്ര നല്ലവനാണ്, ദൈവം എത്ര മതിയായവനാണ്, ഈ ദൈവത്തെ പോലെ മറ്റൊരു ദൈവമില്ല. നാം പാടുന്നത് പോലെ ഇത്ര നല്ലവനാം പ്രിയരെ ഈ ധരയിൽ രുചിച്ചറിയാൻ ഇടയായതിനാൽ ഒടുവിൽ വരെയും എനിക്കെന്നും അവൻ മതിയാം. എൻ്റെ പ്രിയമുള്ളവരെ, ജീവിതത്തിൽ പ്രയാസഘട്ടങ്ങൾ വരാതെ നാം എങ്ങനെ ശരിക്കും ദൈവത്തെ രുചിച്ചറിയും? എപ്പോഴും നന്മയും സമൃദ്ധിയും മാത്രമായിട്ട് നാം ഇരുന്നാൽ, നമ്മൾ ശരിക്കും മുഴങ്കാലിൽ ഇരുന്ന് പ്രാർത്ഥിക്കണമെങ്കിൽ അതുപോലത്തെ സാഹചര്യങ്ങൾ വരണം. അല്ലാത്ത പക്ഷം ജോലി ചെയ്തു ക്ഷീണമായി പോയി, ഇനിയും പ്രാർത്ഥിച്ചാൽ എന്താ, ഇല്ലെങ്കിൽ എന്താ, കയറി കിടന്നുറങ്ങി. പക്ഷേ ജീവിതത്തിൽ പ്രാർത്ഥിക്കാതെ കഴിയത്തില്ല, അടുത്തൊരു സ്റ്റെപ്പ് എടുത്ത് വെക്കാൻ കഴിയത്തില്ല എന്നുള്ള സാഹചര്യങ്ങളിലല്ലേ നിലവിളിച്ച് നാം ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ടുള്ളത്. കർത്താവ് നല്ലവനെന്ന് രുചിച്ചറിഞ്ഞ എത്രയോ സാഹചര്യങ്ങൾ നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലുണ്ട്. ശുഭകാലം എന്ന് പറയുന്നത് ഏത് സാഹചര്യത്തിലും അവിടുന്ന് നല്ലവനെന്ന് രുചിച്ചറിയുന്നതാ. അടുത്തതായി നാം തിരിച്ചറിയേണ്ടത് 34 അധ്യായം 18 വാക്യം. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. ദൈവത്തിന്റെ സാന്നിധ്യം ഏറ്റവും അനുഭവേദ്യമായി അനുഭവിക്കുന്ന ദിവസങ്ങളാണ് ശുഭകാലം. ഇപ്പോൾ നാം പറഞ്ഞതുപോലെ അത് ഏറ്റവും വേദനയുള്ള ഘട്ടമായിരിക്കാം. പക്ഷെ ദൈവം അടുത്ത് നമ്മുടെ അടുത്ത് ദൈവം ഇരിക്കുന്ന, അല്ലെ നാം ദൈവത്തോട് ഏറ്റവും അടുത്തിരിക്കുന്ന ദൈവത്തിന്റെ ആ സാന്നിധ്യം രുചിച്ചറിഞ്ഞ, അവിടുന്ന് എഴുന്നേറ്റ് പോകണ്ട എന്ന് നാം അത്രയും അനുഭവേദ്യമായി ദൈവ സാന്നിധ്യം അടുത്തറിഞ്ഞിട്ടുള്ള സമയങ്ങളിലെ നമ്മുടെ ജീവിതത്തിൽ അതാ ശുഭകാലം. അതാണ് ശുഭകാലം. നമുക്ക് പലപ്പോഴും ഈ ശുഭം, അല്ലെ നല്ലത്, ശുഭഭാവി ഉണ്ടാകട്ടെ എന്നൊക്കെ ആൾക്കാർ ഇങ്ങനെ വിഷ് ചെയ്യുന്ന കേട്ടിട്ടുണ്ട്. പക്ഷെ ഇനി വരാൻ പോകുന്നതല്ല. എന്താണ് ഒരു ക്രിസ്തു ഭക്തന്റെ ശുഭഭാവി എന്ന് പറയുന്നത്? ഇപ്പോൾ നാം ചിന്തിച്ചതുപോലെ എന്താണ് ശുഭഭാവി?
എല്ലാ കാലത്തും ദൈവത്തെ സ്തുതിക്കാൻ കഴിയുന്നതാണ് ശുഭഭാവി അല്ലെങ്കിൽ ശുഭകാലം. ദൈവം ഏറ്റവും അടുത്തിരിക്കുന്ന, ദൈവവുമായിട്ട് ശരിയായ ബന്ധമുള്ള, ദൈവം പ്രാർത്ഥന കേൾക്കുന്നതാണ് ശുഭകാലം. അതുപോലെ നാം ശ്രദ്ധിച്ചത്, കർത്താവ് നല്ലവനെന്ന് രുചിച്ചറിയുന്നത് ഏത് ഘട്ടത്തിലും ഏത് സാഹചര്യത്തിലും. വീണ്ടും നാം ചിന്തിച്ചത്, ദൈവത്തിന്റെ സാന്നിധ്യം ഏറ്റവും അടുത്തറിയുന്ന സമയങ്ങൾ, അതാ ശുഭകാലം. അപ്പോൾ പത്രോസ് അപ്പോസ്തലൻ ഈ ഭാഗങ്ങൾ കോട്ട് ചെയ്യുമ്പോൾ നാം തിരിച്ചറിയേണ്ടത് എന്താണ്? ഈ കമ്മ്യൂണിറ്റിയോട് പറയുക, നിങ്ങൾ ശക്തമായ പ്രതികൂലത്തിൽ കൂടിയാണ് കടന്നു പോകുന്നത്, പക്ഷേ നിങ്ങൾക്കൊരു ശുഭകാലം ഉണ്ട്. എങ്ങനെയാണെന്നറിയാമോ? ഈ ദൈവം നല്ലവനാണെന്ന് രുചിച്ചറിയാനുള്ള സമയമാണ്. ഈ പീഡ അനുഭവിക്കുന്ന നിങ്ങളുടെ കൂടെ ആരുണ്ട്? യേശു കർത്താവ് ഉണ്ട്. കാര്യം, നിങ്ങൾ ആരുടെ പാതകളെയാണ് പിൻപറ്റുന്നത്? യേശു കർത്താവിന്റെ പാതകളെയാണ് പിൻപറ്റുന്നത്. ഇതാണ് ശുഭകാലം കാണാൻ ഇച്ഛിക്കുക എന്ന ആ പദം കൊണ്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. ഇവിടെ അപ്പോസ്തലനായ പത്രോസ് ഇവരോട് ചില കാര്യങ്ങളും കൂടെ താഴോട്ടുള്ള വാക്യങ്ങളിൽ സംസാരിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. എന്താ അപ്പോസ്തലനായ പത്രോസ് ഇവിടെ പറയുന്നത്? ജീവനെ കാണാനും ശുഭകാലം കാണാൻ ഇച്ഛിക്കുകയും ചെയ്യുന്ന നിങ്ങൾ ഒരു കാര്യം ചെയ്യണം. എന്താ? ദോഷം ചെയ്യാതെ തന്റെ നാവിനെയും വ്യാജം പറയാതെ അധരത്തെയും എന്ത് ചെയ്യണം? അടക്കിക്കൊള്ളണം. ഇവിടെ രണ്ട് കാര്യങ്ങൾ നാവിനോടുള്ള ബന്ധത്തിൽ നാം മനസ്സിലാക്കുന്നുണ്ട്. അപ്പൊ ശ്രദ്ധിക്കണം, ഇവിടെ നാം പറഞ്ഞല്ലോ ശുഭകാലത്തെ കുറിച്ച് നാം ചിന്തിച്ചു വന്നത്. അപ്പോ ഈ സാഹചര്യങ്ങളിൽ ദൈവവുമായിട്ടുള്ള അഭേദ്യമായ ബന്ധം അനുഭവിക്കുന്ന, ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കുന്ന സമയങ്ങളാണ് എന്ത്? ഈ ശുഭകാലം എന്ന് പറഞ്ഞാൽ. പക്ഷേ ആ സാന്നിധ്യവും ദൈവവുമായിട്ടുള്ള കൂട്ടായ്മയും ഇടമുറിയാതെ അനുഭവിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നാവ് സൂക്ഷിക്കണം. നാവുമായിട്ട് അതിന് ഭയങ്കര ഒരു കണക്ഷൻ ഉണ്ടെന്ന് അവിടെ പറയുന്നത്. എന്താണെന്നറിയാമോ? ശുഭകാലം നിങ്ങളിൽ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ എന്ത് ചെയ്യണം? ദോഷം ചെയ്യാതെ നാവിനെയും വ്യാജം പറയാതെ അധരത്തെയും എന്ത് ചെയ്യണം? അടക്കിക്കൊള്ളും. രണ്ട് കാര്യങ്ങളാണ്. ദോഷം ചെയ്യാതെ നാവിനെയും, അല്ലേ? ദോഷം പറയാതെ എന്നല്ല, ദോഷം ചെയ്യാതെ നാവിനെയും. അപ്പോ ഈ നാവും ആക്ഷനും തമ്മിൽ എന്തുണ്ട്? ഒരു ബന്ധമുണ്ട്. നാവും പ്രവൃത്തിയും തമ്മിൽ ഒരു ബന്ധമുണ്ട്. അടുത്തത്, വ്യാജം പറയാതെ അധരത്തെയും അടക്കിക്കൊള്ളട്ടെ. അപ്പോ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കണം, ഈ വ്യാജം അല്ലെങ്കിൽ കള്ളത്തരവും അതുപോലെ പ്രവൃത്തിയും, അല്ലേ? ഇതെല്ലാം എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? നാവിനോടുള്ള ബന്ധത്തിലാണ് ചേർത്ത് പറയുന്നത്. അപ്പൊ പലപ്പോഴും പല ആക്ഷന്റെയും പിൻപിലുള്ളത് എന്താണ്? നാവിന്റെ പ്രയോഗങ്ങളാണ് പല പ്രവൃത്തികളുടെയും പിറകിൽ നിൽക്കുന്നതെന്നുള്ളതാണ് അപ്പോസ്തലനായ പത്രോസ് അവിടെ ഓർമ്മിപ്പിക്കുന്നത്. ഇവരോട് പറയുന്നത് എന്താണ്? നിങ്ങൾ പീഡനം അനുഭവിക്കുമ്പോൾ എന്ത് ചെയ്യരുത്? തിരിച്ച് പ്രതികരിക്കാനായിട്ട് നിങ്ങൾ പോവണ്ട. വ്യാജം പറയാതെ, ദോഷം ചെയ്യാതെ, എന്ന് വെച്ചാൽ പലപ്പോഴും ചിന്തകളാണ് എന്തായിട്ട് തീരുന്നത്? വാക്കുകളായി തീരുന്നത്. അതാണ് പിന്നെ എന്തായി തീരുന്നത്? പ്രവർത്തികളായി തീരുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ ചിന്തയെ നിങ്ങൾ സൂക്ഷിക്കണം, നാവിനെയും സൂക്ഷിക്കണം, നിങ്ങളുടെ പ്രവൃത്തിയെ നിങ്ങൾ എന്ത് ചെയ്യണം? സൂക്ഷിക്കണം എന്നുള്ളതാണ് അപ്പോസ്തലനായ പത്രോസ് ഇവിടെ ഓർമ്മിപ്പിക്കുന്നത്. ഇനി നാം ചിന്തിക്കണം, ഈ കാര്യം അപ്പോസ്തലനായ പത്രോസിന് അങ്ങ് പറഞ്ഞാൽ പോരെ, നിങ്ങൾ നാവിനെ സൂക്ഷിക്കണം, ഇങ്ങനെ ചെയ്താൽ പോരെ. ഇപ്പം ഇവിടെ ഒരു കൊട്ടേഷൻ ഇങ്ങനെ പറയുമ്പോൾ, പ്രത്യേകിച്ച് പഴയ നിയമത്തിൽ നിന്ന് ഇവിടെ വന്നിങ്ങനെ പ്രതിപാദിക്കുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഇവിടെ നാം പറഞ്ഞല്ലോ, ഈ ലേഖനത്തിൽ അപ്പോസ്തലനായ പത്രോസ് ഈ ജനത്തെ പ്രബോധിപ്പിക്കുകയാണ്, അല്ലെ? അവരോട് പറയുകയാണ്, ഈ കഷ്ടത്തിൽ കൂടി കടന്നു പോകുമ്പോൾ ഓരോ കാര്യങ്ങളോടുള്ള ബന്ധത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇന്നതാണ്. ഇപ്പൊ ഇവിടെ നാവിനോടുള്ള ബന്ധത്തിൽ കാണുന്നു. അതിനു മുമ്പേ നമ്മൾ കാണുന്നു, നിങ്ങളെ നേരിട്ട് അടിക്കുമ്പോൾ നിങ്ങൾ എങ്ങനെയാ പ്രതികരിക്കേണ്ടത്. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഈ ലേഖനത്തിൽ സംസാരിക്കുന്നുണ്ട്. അപ്പോസ്തലനായ പത്രോസിന്റെ മാത്രമല്ല, മറ്റ് അപ്പോസ്തലന്മാരുടെ ഒരു പ്രത്യേകതയാണ്, ഒരു കാര്യം പറയുമ്പോൾ പഴയ നിയമവുമായിട്ട് അതിനെ ബന്ധിപ്പിക്കും. ഒത്തിരി വാക്യങ്ങൾ നമ്മൾ ഇതിൽ കാണുന്നുണ്ട്. 1-ാം അധ്യായം 16-ാം വാക്യം, 1-ാം അധ്യായം 24 മുതൽ 25 വരെയുള്ള വാക്യം, 2-ാം അധ്യായം 6 മുതൽ 8 വരെയുള്ള വാക്യം, 2-ാം അധ്യായം 22-ാം വാക്യം, 3-ാം അധ്യായം 10 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ, 4-ാം അധ്യായം 18-ാം വാക്യം, 5-ാം അധ്യായം 5-ാം വാക്യം. ഒരിക്കൽ കൂടെ പറയാം. 1-ാം അധ്യായം 16-ാം വാക്യം, 1-ാം അധ്യായം 24 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ, 2-ാം അധ്യായം 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ, 2-ാം അധ്യായം 22-ാം വാക്യം, 3-ാം അധ്യായം 10 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ, 4-ാം അധ്യായം 18-ാം വാക്യം, 5-ാം അധ്യായം 5-ാം വാക്യം. ഇതെല്ലാം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അപ്പോസ്തലനായ പത്രോസ് ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും പഴയ നിയമത്തെ എന്ത് ചെയ്യുക? കോട്ട് ചെയ്ത് സംസാരിക്കുക. കണക്ഷൻ വിട്ടുപോകരുത്. നാം ചിന്തിക്കുന്ന എന്തിനെ കുറിച്ചാണ്? പീഡനം അനുഭവിക്കുമ്പോൾ നാവ് എങ്ങനെ ആയിരിക്കണമെന്ന് അവരെ പ്രബോധിപ്പിക്കുകയാണ്. ഇവിടെ നാം കണ്ടത് എന്താണ്? ഇത് എവിടെ നിന്നുള്ള ഉദ്ധരണിയാണ്? സങ്കീർത്തനങ്ങൾ 34 എന്നുള്ള ഉദ്ധരണി. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, നേരിട്ടങ്ങ് പറഞ്ഞാൽ പോരെ നാവിനെ സൂക്ഷിക്കണമെന്നുള്ളത്.
പക്ഷെ ഇവിടെ എന്താണ് ഈ പഴയ നിയമവുമായിട്ട് കണക്ട് ചെയ്യുന്നതിന്റെ ഒരു പ്രത്യേകത നാം തിരിച്ചറിയണം. ഇവിടെ നമ്മൾ നാവിനോടുള്ള ബന്ധത്തിലാണ് ശ്രദ്ധിക്കുന്നതെങ്കിലും ഒരു 2 ആപ്ലിക്കേഷൻ അതിനോടുള്ള ബന്ധത്തിൽ പറഞ്ഞിട്ട് നമുക്ക് തിരിച്ച് നാവിലേക്ക് കടന്നു വരാം. ശ്രദ്ധിക്കണം, എന്തിനാണ് അപ്പോസ്തലനായ പത്രോസ് ഇങ്ങനെ കോട്ട് ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പുതിയ കാര്യം ഒന്നുമല്ല നിങ്ങളോട് പറയുന്നത്, വചനത്തിൽ ഓൾറെഡി എഴുതിയിരിക്കുന്ന കാര്യങ്ങളെ നിങ്ങൾക്ക് ഓർമ്മപ്പെടുത്തി തരികയാണ്. നമ്മൾ റോമാലേഖനം പഠിച്ചപ്പോൾ ദേവദാസൻ പഠിപ്പിച്ചല്ലോ, പുതിയ കാര്യമൊന്നുമല്ല, ഗുഡ് ന്യൂസ് എന്ന് പറഞ്ഞ ന്യൂ ന്യൂസ് ഒന്നുമല്ല. എന്ന് വെച്ചാൽ കൃത്രിമമായിട്ടുള്ള ഒന്നുമല്ല നിങ്ങളോട് പറഞ്ഞു തരുന്നത്, ഈ വചനത്തിന് ആധികാരികമായിട്ടുള്ള, ഈ വചനത്തെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് നിങ്ങളോട് പറയുന്നത്. എന്ന് വെച്ചാൽ പീഡനത്തിൽ കൂടി കടന്നു പോകുന്ന പ്രിയപ്പെട്ടവരെ, ഇതിനപ്പുറത്ത് നിങ്ങളോട് ഇനിയും പറയാനൊന്നുമില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. പലപ്പോഴും നാം കാണുന്നുണ്ട് ഈ ഇപ്പോഴത്തെ ഈ ന്യൂ ജനറേഷൻ ക്രിസ്ത്യൻസിന്റെ ഇടയ്ക്കൊക്കെ, പല യൂത്ത്സിന്റെ ഇടയിലൊക്കെ ഒത്തിരി പ്രചാരത്തിലുള്ള ഒരു കാര്യം മോട്ടിവേഷണൽ സ്പീച്ചുകൾ, അല്ലെ? ആ എല്ലാവരും എന്താ പറയുന്നത്, മോട്ടിവേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇൻസ്പയർ ചെയ്യുന്ന, പ്രചോദിപ്പിക്കുന്ന വാക്കുകൾ പറയുക, അവരെ ഉദ്ബോധിപ്പിക്കുക, അവരെ ചാർജ് ചെയ്യിക്കുക ഓരോ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി. ഇങ്ങനെ ഒരു ട്രെൻഡ് പെന്തക്കോസ്ത് കുട്ടികളുടെ ഇടയിൽ പോലും അത് പതുക്കെ നല്ല പലരെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. പലർക്കും വേണ്ടത് മോട്ടിവേഷൻ, പുതിയതായിട്ടുള്ള കാര്യങ്ങളാണ്. ഇവിടെ അപ്പോസ്തലനായ പത്രോസ് പീഡനത്തിൽ അനുഭവിക്കുന്നവരോട് പറയുന്നത്, നാളെ നിങ്ങൾ ഇതിന്റെ പുറത്തുനിന്ന് വന്ന് നിങ്ങൾ രാജാക്കന്മാരാകാൻ പോകുന്നു, അല്ലെങ്കിൽ റോമാക്കാരെ അട്ടിമറിച്ചുകൊണ്ട് നിങ്ങൾ ഇവിടെ പുതിയൊരു രാജ്യം സ്ഥാപിക്കാൻ പോകുന്നു. അക്ഷരികമായ രാജ്യത്തെക്കുറിച്ചല്ല, ആത്മീക രാജ്യത്തെക്കുറിച്ച് അവരോട് പറയുന്നുണ്ട്. വരാൻ പോകുന്നതിനെ കുറിച്ച്, നിത്യമായ ഗൃഹത്തിനെ കുറിച്ചുള്ള പ്രത്യാശ കൊടുക്കുന്നുണ്ട്. പക്ഷെ ഭൗമികമായ ഒന്നും പറഞ്ഞ് അവരെ മോട്ടിവേറ്റ് ചെയ്യുന്നില്ല. എന്താ ഇവരോട് പറഞ്ഞു കൊടുക്കുന്നത്? ഈ വചനത്തിൽ എഴുതിയിരിക്കുന്നതാണ്, ഇതിനപ്പുറത്തായിട്ട് നിങ്ങൾക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെയും ഏത് ഘട്ടത്തിൽ കൂടി പോയാലും ഈ വചനത്തിലേക്ക് നോക്കിയാൽ മതി എന്നുള്ളതാണ് അവരെ പ്രബോധിപ്പിക്കുന്നത്. അതുകൊണ്ട് നാവിനോടുള്ള ബന്ധത്തിലായാലും കഷ്ടം അനുഭവിക്കുന്നതിനുള്ള ബന്ധത്തിലാണെങ്കിലും എല്ലാത്തിനും ഉത്തരം ഇതിനകത്തുണ്ട് എന്നുള്ളതാണ് ആ സമൂഹത്തെ പ്രബോധിപ്പിക്കുന്നതായിട്ട് നാം മനസ്സിലാക്കുന്നത്. എന്ന് വെച്ചാൽ ഈ വചനം അധികാരമുള്ളതാ, ആധികാരികമായിട്ടുള്ളതാണ് ദൈവത്തിന്റെ വചനം. ഈ കാര്യങ്ങൾ ഇവിടെ പറയുമ്പോഴും പഴയ നിയമത്തെ കോട്ട് ചെയ്യുമ്പോൾ ഇവിടെ അപ്പോസ്തലനായ പത്രോസ് പറയുന്നത് എന്തെന്നറിയാമോ? ദൈവവചനം ആധികാരികമായിട്ടുള്ള, നമ്മൾ 10ാം വാക്യത്തിൽ ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ therefore എന്നുള്ള അർത്ഥം വരുന്ന ഒരു പ്രയോഗമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഈ സാഹചര്യങ്ങളോടുള്ള ബന്ധത്തിൽ കണക്ട് ചെയ്ത് പറയുമ്പോൾ therefore വചനം ഇങ്ങനെ പറയുന്നു, ഇങ്ങനെയുള്ള പ്രതികരണമാണ് അതുകൊണ്ട് നിങ്ങളിൽ നിന്നും ഉണ്ടാകേണ്ടത് എന്നാണ് അപ്പോസ്തലനായ പത്രോസ് അവിടെ പറയുന്നത്. അത് മാത്രവുമല്ല, ഇപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഇതിന്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? ഏത് സാഹചര്യമായിക്കോട്ടെ, പീഡനമായിക്കോട്ടെ, ഏത് ഘട്ടമായിക്കോട്ടെ, എല്ലാത്തിൻ്റെ ഉത്തരം നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയുന്ന ഒറ്റ ഇടമേ ഉള്ളൂ, അത് ദൈവത്തിന്റെ വചനമാണെന്നാണ് ശരിക്കും ഇത് കോട്ട് ചെയ്യുമ്പോൾ അപ്പോസ്തലൻ ഓർപ്പിക്കുന്നത്. ഒരു വാക്യം നമുക്ക് വായിക്കാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 34-ാം അധ്യായം 16-ാം വാക്യം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 34-ാം അധ്യായം 16-ാം വാക്യം ഞാനത് വായിക്കാം. 34-ാം അധ്യായം 16-ാം വാക്യം. യഹോവയുടെ പുസ്തകത്തിൽ അന്വേഷിച്ചു വായിച്ചു നോക്കുവീൻ, അവയിൽ ഒന്നും കാണാതെ ഇരിക്കുകയില്ല. ഒന്നുകൂടെ വായിക്കാം. യഹോവയുടെ പുസ്തകത്തിൽ അന്വേഷിച്ച് വായിച്ചു നോക്കുവീൻ, അവയിൽ ഒന്നും കാണാതെ ഇരിക്കുകയില്ല. താഴോട്ടുള്ള ഭാഗങ്ങൾ വീട്ടിൽ ചെന്നിട്ട് ഒരുമിച്ച് വായിച്ചാൽ മതി. എന്താ അവിടെ പറയുന്നേ? ഏത് ഘട്ടത്തിൽ കൂടി ഒരു ദൈവ പൈതൽ കടന്നു പോയാലും ഉത്തരത്തിനായി മറ്റൊരുവനിലേക്ക് ഓടണ്ട, മറ്റ് സഹായങ്ങൾ തേടണ്ട, വചനം തുറന്ന് ഇതിലേക്ക് വന്നാ മതി. ഇതിനകത്തുണ്ട് എല്ലാറ്റിനും ഉത്തരം. അതവിടെ എഴുതിയിരിക്കുന്നത്. അന്വേഷിച്ച് വായിച്ചു നോക്കുക, ഇവയിൽ ഒന്നും കാണാതെ ഇരിക്കുകയില്ല. എന്ന് വെച്ചാൽ പലപ്പോഴും നമ്മൾ പറയാറുണ്ടല്ലോ, എൻ്റെ സാഹചര്യം വേറെ ആർക്കും മനസ്സിലാവത്തില്ല, എൻ്റെ സാഹചര്യം വ്യത്യസ്തമാണ്. നല്ല പ്രിയമുള്ളവരെ, എല്ലാം ഇതിലുണ്ട്. നമുക്ക് ആവശ്യമായ എല്ലാ കറക്ഷൻസ്, എല്ലാ പ്രബോധനങ്ങൾ, ഏത് ഘട്ടത്തെയും തരണം ചെയ്യുവാൻ ആവശ്യമായ ദൈവിക ആലോചന ദൈവത്തിന്റെ വചനത്തിലുണ്ട്. പ്രയാസഘട്ടങ്ങളിൽ കൂടി കടന്നു പോകുമ്പോൾ ബൈബിൾ അടച്ചു വെച്ചേച്ച് ദൈവം എന്നോട് സംസാരിക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വിരോധാഭാസമാണ്. ഈ പുസ്തകം അന്വേഷിച്ചു നോക്കുക, ഇവയിൽ ഒന്നും കാണാതെ ഇരിക്കുകയില്ലെന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഞാൻ പ്രബോധിപ്പിക്കട്ടെ, ഈ ഒരു കൂട്ടത്തെ, കഷ്ടം അനുഭവിക്കുന്ന ഒരു കൂട്ടത്തോട് അപ്പോസ്തലനായ പത്രോസ് പറഞ്ഞത്, ഈ വചനത്തിലേക്ക് കടന്നു വാ. നിങ്ങൾക്ക് ആവശ്യമായ എല്ലാ പ്രബോധനങ്ങൾ, നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ശാക്തീകരണവും ഈ ദൈവത്തിന്റെ വചനത്തിൽ ഉണ്ടെന്നുള്ളതാ. പ്രിയമുള്ളവരെ, ഏത് ഘട്ടത്തിൽ കൂടി കടന്നു പോയാലും വചനത്തോട് അടുത്തുക, ആലോചന ചോദിക്കാൻ, അല്ലെ ദൈവത്തിന്റെ വാക്കുകളെ മനസ്സിലാക്കാൻ
മനസ്സിലാക്കാൻ മനുഷ്യന്റെ സഹായം തേടണ്ട. കർത്താവിന്റെ വചനങ്ങളല്ലേ എഴുതപ്പെട്ടതായി നമ്മുടെ കരങ്ങളിൽ ഇരിക്കുന്നത്. പ്രാർത്ഥനയോടെ തുറന്നു വായിച്ചാൽ അതാത് ദിവസത്തേക്ക് ആവശ്യമായ മന്ന, അതാത് ദിവസം ഓടുവാനുള്ള ദൈവകൃപ നമുക്ക് ഈ പുസ്തകത്തിൽ തന്നെ പ്രാപിക്കാനായിട്ടുണ്ടെന്നാണ് അപ്പോസ്തലനായ പത്രോസ് ഈ സമൂഹത്തെ ഓർമ്മിപ്പിക്കുന്നത്. ആ രണ്ട് കാര്യങ്ങൾ നാം ചിന്തിച്ചു. ഇനി തിരിച്ച് നമുക്ക് നാവിനോടുള്ള ബന്ധത്തിലുള്ള ചിന്തകളിലേക്ക് കടന്നു വരാം. ഇവിടെ ഈ 10-11 വാക്യങ്ങളിൽ നാം ശ്രദ്ധിച്ചതുപോലെ ഇനി ഈ ശുഭകാലം കാണാൻ ഇച്ഛിക്കുക. നമ്മൾ ആദ്യം ചിന്തിച്ച് എന്താണ് ശുഭകാലം എന്നുള്ളത്. ദൈവത്തിന്റെ സാന്നിധ്യം, ദൈവത്തിന്റെ കൂട്ടായ്മ ഏറ്റവും ഹൃദ്യമായി അനുഭവിക്കുക. ഇനി അത് എങ്ങനെ സാധ്യമാകുന്നത്? നാവിനെ സൂക്ഷിക്കണമെന്നുള്ള ബന്ധത്തിലാണ് നാം കാണുന്നത്. 11 വാക്യത്തിൽ 4 കാര്യങ്ങളാണ് ശരിക്കും അപ്പോസ്തലനായ പത്രോസ് അവരോട് പറയുന്നതെന്ന് വെച്ചാൽ ഈ ശുഭകാലം കാണുവാൻ നാവിനോടുള്ള ബന്ധത്തിൽ 4 കാര്യങ്ങൾ കാണും. എന്താണ്? ദോഷം വിട്ടകന്ന് എന്ത് ചെയ്യണം? ഗുണം ചെയ്യണം. സമാധാനം അന്വേഷിച്ച് പിന്തുടരുകയും ചെയ്യണം. 4 കാര്യങ്ങൾ. ദോഷം വിട്ടകലുക, ഗുണം ചെയ്യുക, സമാധാനം അന്വേഷിക്കുക, പിന്തുടരുക. 4 കാര്യങ്ങളാണ് നമ്മൾ അവിടെ കാണുന്നത്. നമ്മുടെ കണക്ഷൻ വിട്ടുപോകരുത്. കഷ്ടം അനുഭവിക്കുന്ന കമ്മ്യൂണിറ്റിയോട് ശകാരിക്കാതെ, തിരിച്ചു ദോഷം ചെയ്യാതെ നാവിനെ സൂക്ഷിക്കാനാണ് പറയുന്നത്. ശുഭകാലം കാണണമെങ്കിൽ എന്ന് വെച്ചാൽ സാഹചര്യങ്ങളെല്ലാം നല്ലതാവുമ്പോഴല്ല, ഏറ്റവും തീവ്രമായ ഘട്ടത്തിൽ കൂടി പോകുമ്പോഴും ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കണമെങ്കിൽ, ദൈവവുമായിട്ട് ഹൃദ്യമായ ബന്ധം വേണമെങ്കിൽ എന്ത് ചെയ്യണം? നാവ് സൂക്ഷിക്കണം. അതിനോടുള്ള ബന്ധത്തിൽ 4 കാര്യങ്ങൾ. എന്താണ്? ദോഷം വിട്ടകലുക, ഗുണം ചെയ്യുക, സമാധാനം അന്വേഷിക്കുക, പിന്തുടരുക. ഈ കാര്യങ്ങളെല്ലാം ഡയറക്ട്ലി എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? നാവുമായിട്ട് ബന്ധപ്പെട്ടത്. ഒന്നെന്താണ്? ദോഷം വിട്ടകലുക. ദോഷം വിട്ടകലുക. ഈ വിട്ടകലുക എന്നുള്ള വാക്ക് ശക്തമായിട്ടുള്ള ഈ എതിർപ്പിനെ എന്ന് വെച്ചാൽ ഇട്ടേ ചോടുക എന്നുള്ള അർത്ഥമാണ് ശരിക്കും ഈ വിട്ടകലുക എന്നുള്ള പദത്തിന്റെ അർത്ഥം. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ, ആദ്യം ഞാൻ ദൈവം എന്നോട് സംസാരിച്ച സാഹചര്യത്തെ കുറിച്ച് പ്രതിപാദിച്ചുവല്ലോ. പലപ്പോഴും എവിടുന്നാണ് നമ്മുടെ ഈ നാവ് തെറ്റായ രീതിയിൽ ഇൻഫ്ലുവൻസ്ഡ് ആകുന്നത്? എങ്ങനെയാണ്? അപ്രകാരമുള്ള ഒരു കൂട്ടത്തിന്റെ ഇടയിൽ ഇരിക്കുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? നാവ് തെറ്റായ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്? അവരാൽ ഇൻഫ്ലുവൻസ്ഡ് ആയി ഉപയോഗിക്കുന്നത്. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ദോഷം വിട്ടകലാനാ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ നാവിനെ സൂക്ഷിക്കണമെങ്കിൽ വിട്ടോടിപ്പോകേണ്ട ഇടങ്ങളുണ്ട്. എല്ലാ ഇടത്തും ഇരുന്നുകൊണ്ട് നാവ് സൂക്ഷിക്കാൻ നമുക്ക് പറ്റത്തില്ല. നാവിനെ സൂക്ഷിക്കണമെങ്കിൽ വിട്ടോടേണ്ട ചില ഇടങ്ങളുണ്ട്. എന്ന് വെച്ചാൽ ആദ്യം ഞാൻ പറഞ്ഞതുമായിട്ട് കണക്ട് ചെയ്ത് മനസ്സിലാക്കണം. നമുക്ക് ചേരാത്ത ചില കൂട്ടങ്ങളുണ്ട്, നമുക്ക് ചേരാത്ത ചില കൂടിവരവുകളുണ്ട്. ചർച്ചുമായിട്ടുള്ള ബന്ധത്തിലല്ല പറഞ്ഞത്, ചർച്ചിന്റെ എല്ലാ കൂട്ടായ്മയിൽ നമ്മൾ കടന്നു വരണം. ഈ ചർച്ചിന്റെ പൊതുവായിട്ടുള്ള കൂട്ടായ്മയ്ക്കപ്പുറത്തുള്ള അനാവശ്യമായ കൂട്ടായ്മകളിൽ നമ്മൾ എന്ത് ചെയ്യണം? വിട്ടോടണം. വിട്ടോടിയില്ലെങ്കിൽ ശുഭകാലത്തിൽ നിന്ന് നമ്മൾ പോകും. എന്ന് വെച്ചാൽ ദൈവത്തിന്റെ ആ കൂട്ടായ്മയിൽ നിന്ന്, ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കുന്നതിൽ മാറിപ്പോകും. ആവശ്യമില്ലാത്ത കൂട്ടായ്മകൾ മാറ്റിയില്ലെങ്കിൽ ദൈവത്തോടുള്ള കൂട്ടായ്മയിൽ നിന്ന് നാം മാറിപ്പോകും. നമുക്കത് വ്യക്തമാണെന്ന് ഞാൻ വിശ്വസിക്കട്ടെ. നമ്മളോട് ദൈവത്തിന് ശക്തമായിട്ട് ഇടപെടാനുണ്ട്. തെറ്റായ കൂട്ടങ്ങളുടെ ഇടയിൽ ഇരുന്നുകൊണ്ട് ഞാൻ എൻ്റെ നാവിനെ സൂക്ഷിക്കാന്ന് പറഞ്ഞാൽ കഴിയത്തില്ല. സങ്കീർത്തനം 1:1 എന്താ പറയുന്നത്? ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവന്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഈ ന്യായപ്രമാണം ധ്യാനിക്കുകയും സന്തോഷിക്കുകയും ചെയ്യണമെങ്കിൽ ദുഷ്ടന്മാരുടെ ആലോചനയിൽ നിന്നും പാപികളുടെ വഴിയിൽ നിന്നും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ നിന്ന് ഓടിയാലേ കഴിയത്തുള്ളൂ. അവിടെ ഇരുന്നുകൊണ്ട് രണ്ടും കൂടെ പോകത്തില്ല. വേർപാട് അനുഷ്ഠിക്കേണ്ടടുത്ത് വേർപാട് അനുഷ്ഠിച്ചാലേ ദൈവത്തിന്റെ സാന്നിധ്യം ഇടമുറിയാതെ നമുക്ക് അനുഭവിക്കാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് നാം തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ നാവിനെ സൂക്ഷിക്കുന്നതിനോടുള്ള ബന്ധത്തിൽ, പ്രത്യേകമായി നമ്മുടെ ചർച്ചിനോടുള്ള ബന്ധത്തിൽ, നാം അനാവശ്യമായ കൂട്ടങ്ങളുടെ ഇടയിൽ പോയി ആവശ്യമില്ലാത്ത വർത്തമാനത്തിനും ആവശ്യമില്ലാത്ത പ്രചരണങ്ങൾക്ക് നാം നടക്കുകയാണെങ്കിൽ കർത്താവിന്റെ കൂട്ടായ്മയുടെ ഭാഗമല്ല നമ്മൾ, മറ്റ് ചില കൂട്ടായ്മകളുടെ ഭാഗമാണെന്നുള്ളത് വ്യക്തമായി നാം തിരിച്ചറിയണം. അതുകൊണ്ട് നാവിനെ സൂക്ഷിക്കാൻ വിട്ടകലണ്ട ചില ഇടങ്ങളുണ്ട്. ഞാനിവിടെ ഇരുന്നോളാം, അവര് പറയുന്നൊക്കെ ഞാൻ കേൾക്കുന്നതേ ഉള്ളൂ, ഞാൻ മറുപടി ഒന്നും പറയാൻ പോകുന്നില്ല. ഈ കേൾക്കുന്നത് കുറച്ച് കേട്ട് കഴിയുമ്പോഴാണ് നമുക്ക് മറുപടി പറയാൻ തോന്നുന്നത്. അതുകൊണ്ട് കേൾക്കുക എന്നുള്ള റൂട്ട് തന്നെ നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞേക്കണം. ആവശ്യമില്ലാത്ത വർത്തമാനങ്ങൾ കേൾക്കുവാനോ ആവശ്യമില്ലാത്ത വർത്തമാനങ്ങൾ പറയുവാനോ നാം പോകരുത്. വിട്ടകലണം, വിട്ടോടിക്കോണം. ആവശ്യമില്ലാത്ത കൂട്ടങ്ങളിൽ നാം വിട്ടോടണം.
ദോഷം എന്ത് ചെയ്യണം? വിട്ടകലണം എന്ന് മാത്രമല്ല, എന്ത് ചെയ്യണം? ഗുണം ചെയ്യണം. ഗുണം ചെയ്യണം. ഗുണം എന്താ? ഗുഡ് എന്നാ നമ്മൾ അവിടെ കാണുന്നത്. എന്താ ഗുണമെന്ന് പറഞ്ഞാൽ, ദൈവവചനം ഗുഡ് എന്ന് ഡിഫൈൻ ചെയ്യുന്ന എന്തൊക്കെയുണ്ടോ അതെല്ലാം. നമ്മുടെ ചർച്ചിനോട്ടുള്ള ബന്ധത്തിൽ ചിന്തിച്ചോ, സഭയുടെ ആത്മീക വർധനവിന് പ്രയോജനം ചെയ്യുന്ന എന്തുണ്ടോ അതെല്ലാം. ദോഷം വിട്ടകൽന്നിട്ട് എന്ത് ചെയ്യണം? ഗുണം ചെയ്യണം. ഗുണം, നമ്മുടെ സംസാരങ്ങൾ, നമ്മുടെ കൂടിവരവുകൾ, നാം അന്യോന്യം ഫോൺ വിളിക്കുന്നത്, നാം അന്യോന്യം കാര്യങ്ങൾ സംസാരിക്കുന്ന എന്തിനാവണം? ഗുണം ചെയ്യാനാകണം. ദോഷം ചെയ്യാനല്ല, ഗുണം ചെയ്യാനായി തീരണം. അടുത്തത് എന്താണ്? സമാധാനം അന്വേഷിക്കണം. സമാധാനം അന്വേഷിക്കണം. സമാധാനവും നാവും തമ്മിൽ അടുത്ത ഒരു കണക്ഷൻ ഉണ്ട്. നമ്മുടെയൊക്കെ വീടുകൾ തന്നെ നമ്മളൊന്ന് എടുത്തു നോക്കിയാൽ മതി. എപ്പോഴും ഈ സമാധാനം നഷ്ടപ്പെടുന്നത് എന്തേലും ഒരു വാക്കായിരിക്കും, ഇല്ലേ? എന്തെങ്കിലും ശ്രദ്ധിക്കാതെ അല്ലെങ്കിൽ നമ്മൾ കെയർഫുൾ ആകാതെ പറഞ്ഞ എന്തോ ഒരു വാക്കായിരിക്കാം. പറഞ്ഞ നമ്മൾ പോലും ഓർത്ത് കാണത്തില്ല എന്തുവാ പറഞ്ഞെന്നുള്ളത്. പക്ഷെ അതിൻ്റെ പുറകെ ആയിരിക്കും പല പ്രശ്നങ്ങളുടെയും ആരംഭം എന്ന് പറയുന്നത്. നമ്മളൊക്കെ ഇപ്പൊ അനുഭവിക്കുന്ന അല്ലെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങൾ ഒന്ന് ചിന്തിച്ചാൽ, തിരിഞ്ഞൊന്ന് നമ്മൾ പറയുന്ന പോലെ റിവേഴ്സ് എടുത്ത് നോക്കിയാൽ മതി, പുറമോട്ടൊന്ന് പോയാൽ മതി. എന്തെങ്കിലും ഒരു വാക്കായിരിക്കും അതിൻ്റെ തുടക്കമെന്ന് പറയുന്നത്. അപ്പോൾ സമാധാനത്തെ നഷ്ടപ്പെടുത്താൻ എന്തിനു കഴിയും? വാക്കുകൾക്ക് കഴിയും. അതേ സമയം തന്നെ സമാധാനം ഉണ്ടാക്കാനും വാക്കുകൾക്ക് കഴിയും. വാക്ക് ഭയങ്കര ശക്തമായി നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കാര്യമാണ്. നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യും, നമ്മൾ മറ്റുള്ളവരെ ഇൻഫ്ലുവൻസ് ചെയ്യും. നമ്മുടെ കുടുംബങ്ങളിലാണെങ്കിലും ചർച്ചിലാണെങ്കിലും നമ്മളുടെ വാക്കുകളിൽ കൂടി എന്താ ചെയ്യേണ്ടത്? സമാധാനം ഉണ്ടാകുകയാണ് ചെയ്യേണ്ടത്. നമ്മൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ ഗിരിപ്രഭാഷണത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 9-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്. എന്താ? സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ. അങ്ങനെയുള്ളവരാരാ? ദൈവത്തിന്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ തിരിച്ചൊന്ന് ചിന്തിച്ചേ, അപ്പൊ സമാധാനം ഉണ്ടാക്കാത്തവർ ആരുടെ പുത്രന്മാരാ? നമ്മൾ തന്നെ പറഞ്ഞു ആരുടെയാന്നുള്ളത്. അപ്പൊ നമ്മൾ തന്നെ നമ്മുടെ ജീവിതങ്ങളെ പരിശോധിക്കുക. ഞാൻ എന്നെ തന്നെ ചിന്തിക്കുക, ഞാൻ എന്നെ തന്നെ പരിശോധിക്കുക. ഞാൻ പറഞ്ഞല്ലോ, ഈ ദിവസങ്ങൾ ദൈവനോട് ഭയങ്കരമായിട്ട് ഇടപെട്ട ഒരു മേഖലയാണ്. അപ്പൊ നമ്മുടെ നാവ് ശരിയല്ലെങ്കിൽ ഈ നാവ് കൊണ്ട് നാം എന്ത് ചെയ്യുക? സമാധാനം ഉള്ളടം ഇല്ലാത്തടമാക്കി തീരുക. എന്ന് വെച്ചാൽ പിശാചിന്റെ വാസസ്ഥലമാക്കി, അല്ലെ അവന് പ്രവർത്തിക്കാനുള്ള ഇടം നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. എന്തെങ്കിലും പറഞ്ഞേച്ച് നമ്മൾ അങ്ങ് പോകും, പക്ഷെ അവിടെ പിന്നെ നടക്കുന്ന എന്താണെന്നുള്ളത് നമ്മൾ അറിയുന്നില്ല. അതുകൊണ്ടാ ആവശ്യമില്ലാത്ത ഒരു കാര്യത്തിന് അഭിപ്രായം പറയാൻ നാം എന്ത് ചെയ്യണ്ട? പോകണ്ട. നമുക്ക് എന്തെങ്കിലും പ്രബോധിപ്പിക്കാനുണ്ടോ? ആരുടെയെങ്കിലും ആത്മീക വർധനവിന് പറയാൻ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ ഉള്ളത് മാത്രം നാം പറഞ്ഞാൽ മതി. എന്തെങ്കിലും പ്രബോധനം ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ശ്രേഷ്ഠമായതുണ്ടെങ്കിൽ, എന്തെങ്കിലും ധൈര്യപ്പെടുത്താനുണ്ടെങ്കിൽ, അങ്ങനെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യണം? ചിന്തിക്കുക. അങ്ങനെയുള്ള കാര്യങ്ങൾ പറയുക. ഇതാണ് ദൈവം നമ്മളിൽ കുറിച്ച് ആഗ്രഹിക്കുന്നത്. അടുത്തത് എന്താണ്? സമാധാനം അന്വേഷിക്കുക മാത്രമല്ല, എന്ത് ചെയ്യണം? പിന്തുടരണം. അത് 1-2 ദിവസം മാത്രമാക്കി തീർക്കുന്നതല്ല. പിന്തുടരുക എന്ന് പറഞ്ഞാൽ ശരിക്കും അത് നമ്മുടെ ലൈഫ് സ്റ്റൈലായി മാറണമെന്നുള്ളതാ. ഇപ്പൊ തന്നെ ഇങ്ങനൊരു പ്രബോധനം കേൾക്കുമ്പോൾ നമുക്കൊരു മാനസാന്തരം ഉണ്ടാവും. 1-2 ദിവസത്തേക്ക് നമ്മൾ നമ്മുടെ നാവിനെയൊക്കെ സൂക്ഷിക്കും. 2 ദിവസം കഴിയുമ്പോൾ പിന്നെയും തിരിച്ച് പഴയ ആ ഒരു ഇതിലേക്ക് ഞാൻ ഉൾപ്പെടെ പറയുകയാണ്. നമുക്ക് പലപ്പോഴും പെരിഫറലായിട്ടുള്ള ഒരു ഉണർവാണ് പലപ്പോഴും ഉണ്ടാകുന്നത്, അല്ലേ? ഉപരിപ്ലവമായിട്ടുള്ളതാ, ഉള്ളിലേക്ക് പലപ്പോഴും പോകാറില്ല. അതുകൊണ്ടാണ് നിലനിൽക്കുന്ന മാറ്റങ്ങളിൽ നമ്മളിൽ പലപ്പോഴും സംഭവിക്കാത്തതും. സമാധാനം അന്വേഷിക്കുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും ലൈഫ് സ്റ്റൈലായി മാറണം, നമ്മുടെ ജീവിത ശൈലിയായി മാറണം. എന്താണ്? പോകുന്ന ഇടങ്ങളിൽ, സംസാരിക്കുന്ന വ്യക്തികളോട്, ആയിരിക്കുന്ന എല്ലാ കമ്മ്യൂണിറ്റികളിലും സമാധാനം ഉണ്ടാക്കുന്നവരാക്കി തീർക്കണം. നമ്മുടെ നാവുകൾ എന്താകണം? ജീവൻ വ്യാപരിക്കുന്ന വാക്കുകളായിരിക്കണം നമ്മുടെ ഓരോരുത്തരുടെ നാവുകളിൽ നിന്ന് പുറത്തേക്ക് വരേണ്ടത്. ആവശ്യമില്ലാത്ത സംസാരങ്ങളിലോ, ആവശ്യമില്ലാത്ത വെറുതെയുള്ള വർത്തമാനങ്ങളിലോ, വെറുതെയുള്ള, നമ്മൾ വചനത്തിൽ കാണുന്നുണ്ടല്ലോ, ചുമ്മാതെയുള്ള വാക്കുകൾ, പാഴ്വാക്കുകൾ നമ്മുടെ ആരുടെയും വായിൽ വരാൻ പാടില്ല. ഞാൻ ഉൾപ്പെടെ പറയുകയാണ്, നമ്മുടെ ആരുടെയും വായിൽ പാഴ്വാക്കുകൾ, ഒരു പ്രയോജനവും ഇല്ലാത്ത, ചുമ്മാ ചിരിപ്പിക്കുന്ന, അല്ലെ എല്ലാവരെയും സന്തോഷിപ്പിക്കുന്ന എന്തെങ്കിലും പറഞ്ഞേച്ച് പോകാനല്ല. നമ്മുടെ ഓരോരുത്തരുടെ നാവുകൾ ദൈവത്തിന്റെ വാക്കുകൾ പറയുന്നതാക്കി തീർക്കണം. നമ്മുടെ നാവുകൾ, വചനത്തിൽ എന്താ വായിക്കുന്നത്? നാവിൽ എന്തോ ഉണ്ട്? മരണത്തിന്റെയും ജീവന്റെയും കാര്യങ്ങൾ നാവിലുണ്ട്. എന്തുവാ പുറത്തു വരുന്നതെന്നുള്ളതാണ് നാം ശ്രദ്ധിക്കേണ്ടത്. എപ്പോഴാ മരണം വ്യാപരിക്കുന്നത്? നമ്മുടെ വാക്കുകൾ സമാധാനം കെടുത്തുമ്പോൾ, പിശാചിന്റെ പ്രവർത്തനങ്ങൾക്ക് ഇടം കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ജീവനല്ല, അവിടെ മരണമാണ് വ്യാപരിക്കുന്നത്. എന്നാൽ എപ്പോഴാ ജീവൻ വ്യാപരിക്കുന്നത്? നാം ഓരോരുത്തരും ദൈവത്തിന്റെ നാവായി തീരുമ്പോൾ, ദൈവം നമ്മളിൽ കൂടി പറയാൻ ആഗ്രഹിക്കുന്നത് നമ്മൾ മറ്റുള്ളവരോട് പറയുമ്പോഴാണ് അവിടെ എന്ത് ചെയ്യുന്നത്? ജീവൻ വ്യാപരിക്കുന്നത്.
അതുകൊണ്ട് ശുഭകാലം കാണുവാൻ ആഗ്രഹിക്കുന്നവർ നാവിനെ സൂക്ഷിക്കണമെന്ന് പറയുമ്പോൾ 4 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. എന്താണ്? ദോഷം വിട്ടകലുക, അരുതാത്ത കൂട്ടങ്ങളെ വിട്ടോടുക. രണ്ടാമത്, ഗുണം ചെയ്യുക. വചനം ഗുണമെന്ന് പറയുന്നത് എല്ലാം ചെയ്യാൻ, നന്മ ചെയ്യാൻ നാം വിളിക്കപ്പെട്ടവരാണ്. മൂന്നാമതായി കാണുന്നത് എന്താണ്? സമാധാനം അന്വേഷിക്കുക. നാലാമതായി അത് പിന്തുടരുക. ഇതാണ് ദൈവം നമ്മളിൽ ഓരോരുത്തരിലും കൂടിയും ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ. ഇതിനോടുള്ള ബന്ധത്തിൽ നാം തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്. പലപ്പോഴും ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, നാവും സമാധാനവുമായിട്ട് ഒത്തിരി ബന്ധമുണ്ടെന്നുള്ളത് ഞാൻ പറഞ്ഞു. ഇതുപോലെ തന്നെ നാവും പ്രാർത്ഥനയുമായിട്ട് എന്തുണ്ട്? ഒരു ബന്ധമുണ്ട്. നാം അതിലേക്ക് കടന്നു വരും. അതിനു മുമ്പ് ഞാനൊരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. പലപ്പോഴും ഞാൻ പറഞ്ഞതുപോലെ നമുക്കൊരു പെട്ടെന്നൊരു ചിന്ത ഉണ്ടാകും. എന്താണ്? ഇനി നാളെ തൊട്ട് നല്ല കാര്യങ്ങൾ മാത്രം, കർത്താവ് പറയുന്ന കാര്യങ്ങൾ, ദൈവം നടത്തുന്ന അല്ലെ ദൈവം നമ്മളോട് പറയുന്ന കാര്യങ്ങൾ മാത്രം നമുക്ക് പറയാം. മാനുഷികമായി ശരിക്കും പ്രയാസമാണ് നമ്മുടെ നാവിനെ കൺട്രോൾ ചെയ്യാൻ. കാര്യം നമ്മൾ ഇന്നൊന്ന് വിചാരിക്കും, നാളെ ചിലപ്പം അതിന് നേരെ വിരുദ്ധമായിട്ടുള്ളതായിരിക്കും നമ്മുടെ നാവിൽ നിന്ന്. ചിലപ്പോൾ തീരുമാനം എടുത്തേച്ച് അങ്ങോട്ട് പോകുമ്പം അതിന് വിരുദ്ധമായിട്ടുള്ള ഒരു കാര്യമായിരിക്കും നമ്മൾ ചെയ്യുന്നത്. അതിന്റെ അർത്ഥം മാനുഷികമായി ഭയങ്കര പ്രയാസമാണ് നമ്മുടെ നാവിനെ സൂക്ഷിക്കാൻ. ശരിക്കും യാക്കോബ് അപ്പോസ്തലൻ അദ്ദേഹത്തിന്റെ ആ ലേഖനത്തിൽ 3-ാം അധ്യായത്തിൽ പറയുന്നത്, നാവ് എന്താണ്? ചെറിയ അവയവമാണെങ്കിലും വലിയ വമ്പ് പറയുന്നു എന്നാ പറയുന്നത് അല്ലേ. നാവ് ഒരു തീ തന്നെ. ഇതിനെ നിയന്ത്രിക്കാൻ, കുതിരയൊക്കെ കടിഞ്ഞാണ്ട് നിയന്ത്രിക്കാം, പക്ഷെ ഈ നാവിനെ നിയന്ത്രിക്കാൻ വലിയ പാടാണെന്നുള്ളത് അവിടെ നമ്മൾ കാണുന്നുണ്ട്. ശരിയാണ്, മാനുഷികമായി വലിയ പ്രയാസമാണ്. പക്ഷെ അവിടെയാണ് നമുക്ക് ഏറിയ ദൈവകൃപ ആവശ്യമായിട്ടുള്ളത്. ഈ നാവുമായിട്ട് വളരെ ബന്ധമുണ്ട് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങൾ. നമ്മൾ അപ്പോസ്തല പ്രവർത്തികൾ 2-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെ നാം കാണുന്നുണ്ട്, ആത്മാവ് ഓരോരുത്തരുടെ മേലും വന്നിട്ട് പ്രത്യക്ഷമായ പല അടയാളങ്ങൾ അവിടെ നടന്നു. കൊടിയ കാറ്റ് അടിക്കുന്നത് പോലെ ഒരു ശബ്ദമുണ്ടായി. അഗ്നിനാവുകൾ പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ ഓരോരുത്തരുടെ മേലും പ്രത്യക്ഷമായി. മൂന്നാമതായി നമ്മൾ കാണുന്നത് എന്താണ്? ഓരോരുത്തരും അന്യഭാഷകളിൽ സംസാരിച്ചു എന്നുള്ളത് നമ്മൾ കാണുന്നുണ്ട്. പലയിടങ്ങളിലും പരിശുദ്ധാത്മാവ് നിറഞ്ഞ ഒരു വ്യക്തിയുടെ അല്ലെ പരിശുദ്ധാത്മാവ് വന്നു, പരിശുദ്ധാത്മ സ്നാനം ലഭിച്ചു എന്നതിന്റെ പ്രത്യക്ഷ അടയാളമായി നമ്മൾ കാണുന്നത് എന്താണ്? അന്യഭാഷ. അതായിരിക്കണം ആത്മനിറവിന്റെ അടയാളമെന്ന് നമുക്ക് നിർബന്ധിച്ച് പറയാൻ പറ്റത്തില്ല. പക്ഷെ പലയിടങ്ങളിലും അന്യഭാഷ അടയാളം എന്ന് പറയുന്ന ആത്മനിറവിന്റെ ഒരു സൈനായിട്ടാണ് നാം കാണുന്നത്. നാം അവിടെ ചിന്തിക്കേണ്ടത്, പരിശുദ്ധാത്മാവ് കടന്നു വരുമ്പം ആദ്യം നിയന്ത്രണം ഏറ്റെടുക്കുന്ന എന്താണ്? നാക്കിനെയാ. അന്യഭാഷ അടയാളത്തോടെ ആത്മനിറവ് പ്രാപിക്കുമ്പോൾ നാക്കിന്റെ കൺട്രോൾ ആദ്യം അങ്ങ് ഏറ്റെടുക്കുന്നേ. നാക്കിന്റെ കൺട്രോൾ ഏറ്റെടുത്താൽ അരുതാത്ത മറ്റു ഭാഷകളൊന്നും നമ്മൾ എന്ത് ചെയ്യത്തില്ല, പറയത്തില്ല. അതാണ് ആത്മനിറവിന്റെ അടയാളം. അന്യഭാഷ പറയാമെന്ന് ഞാനിവിടെ പറഞ്ഞപ്പോൾ, ഞാൻ അതിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ പ്രതിപാദിച്ചല്ലോ, അന്യഭാഷയിൽ പറയുന്നത് മാത്രമാണ് ആത്മനിറവിന്റെ അടയാളമെന്ന് നമുക്ക് പറയാൻ കഴിയത്തില്ല. എങ്കിൽ തന്നെയും ഒരുവനിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നുണ്ടോ എന്നറിയാൻ നമ്മൾ ആദ്യം ഒരു കാര്യം പറഞ്ഞു. എന്താണ്? രോഗാവസ്ഥ കാണാൻ എങ്ങോട്ട് നോക്കിയാൽ മതി? നാവിലോട്ട് നോക്കിയാൽ മതി എന്ന് പറഞ്ഞതുപോലെ ഒരു വ്യക്തിയുടെ ആത്മീയത കാണാൻ നാവിലോട്ട് നോക്കിയാൽ മതി. എന്ന് വെച്ചാൽ ഒരു വ്യക്തിയിൽ പരിശുദ്ധാത്മ അഭിഷേകം ഉണ്ടോ എന്നറിയാൻ നാവ് നോക്കിയാൽ മതി. നാവിൽ നിന്ന് എന്തുവാ വരുന്നത്? നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ ജീവനാണോ വരുന്നേ? ജീവനാണെങ്കിൽ ആത്മപൂർണനാണ്, അല്ലെങ്കിൽ പൂർണ്ണയാണെന്നുള്ളതാണ് അതിന്റെ അർത്ഥം. 1 കൊരിന്ത്യർ ലേഖനം 12-ാം അധ്യായം പിന്നീട് വായിച്ചാൽ മതി, വീട്ടിൽ പോയി വായിച്ചാൽ മതി. അവിടെ നമ്മൾ ഒത്തിരി ആത്മാവിന്റെ ഗിഫ്റ്റ്സ് അല്ലെ, വരങ്ങൾ നമ്മൾ ഒരുപാട് കാണുന്നുണ്ട്. എന്നെ ഒത്തിരി അത്ഭുതപ്പെടുത്തി. പല വരങ്ങളും വാക്കുമായിട്ട് അല്ലെ സംസാരവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ജ്ഞാനത്തിന്റെ വരം, പരിജ്ഞാനത്തിന്റെ വരം, ഭാഷകളുടെ വ്യാഖ്യാനം, പ്രവചനം, ഇതെല്ലാം എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുക? നാവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുക. റോമാലേഖനം 12-ാം അധ്യായത്തിൽ വരുമ്പോൾ അവിടെയും കുറച്ച് വരങ്ങളെ കുറിച്ച് നമ്മൾ കാണുന്നുണ്ട്. എന്താണ്? പ്രബോധിപ്പിക്കാനുള്ള വരം, ഉപദേശിക്കാനുള്ള വരം, പ്രവചിക്കാനുള്ള വരം. പല വരങ്ങളും എന്തുമായിട്ട് ബന്ധപ്പെട്ടതാ? നാവുമായിട്ട് ബന്ധപ്പെട്ടതാ. അപ്പൊ ഇവിടെ നമ്മൾ കണ്ടല്ലോ, തെറ്റായ രീതിയിലും ശരിയായ രീതിയിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നാവ് ഉപയോഗിക്കാൻ പറ്റും. പക്ഷെ പരിശുദ്ധാത്മാവ് നിറഞ്ഞ ഒരു വ്യക്തിയുടെ പ്രത്യക്ഷമായിട്ടുള്ള പ്രത്യേകത എന്താണെന്ന് അറിയാമോ? ഈ നാവിനെ ആവശ്യമില്ലാത്തത് പറയാനും സമാധാനക്കേടുണ്ടാക്കാനുമല്ല, ആ ദൈവസഭയ്ക്ക് ആ കൂടിവരവിന് പ്രയോജനമുണ്ടാകുന്നത് എന്താണ്? അത് അവർ നാവിൽ നിന്ന് കടന്നു വരും. അത് പ്രവചനമാകാം, അത് ഭാഷകളുടെ വ്യാഖ്യാനമാകാം, അത് ജ്ഞാനത്തിന്റെ വചനമാകാം, പരിജ്ഞാനത്തിന്റെ വചനമാകാം, പ്രബോധിപ്പിക്കുന്നതാകാം, എന്തുമാകാം. പക്ഷെ അതെന്ത് ചെയ്യും? സഭയ്ക്ക് ആത്മീക വർധനം ഉണ്ടാകും. അതുകൊണ്ട് നാം ഓരോരുത്തരും ശക്തമായി പ്രാർത്ഥിക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താണ്? പരിശുദ്ധാത്മാവ് നമ്മുടെ ഓരോരുത്തരുടെ നാവിനെ നിയന്ത്രിക്കണം. ആത്മനിയന്ത്രണത്തിലുള്ള ഒരു വ്യക്തിയുടെ നാവിൽ നിന്ന് ഒരു പാഴ്വാക്ക് വെളിയിൽ വരത്തില്ല.
ഒരു വ്യക്തിയെ നേരിട്ട് കണ്ടാൽ അവർക്ക് ജീവൻ പകരുന്ന വാക്കുകളായിരിക്കും നമ്മുടെ ഓരോരുത്തരുടെ നാവിൽ നിന്ന് വരുന്നത്. ചില സാഹചര്യങ്ങളുണ്ട്, ഓരോരുത്തരും കടന്നു പോകുന്ന പ്രയാസഘട്ടങ്ങളിൽ അവരോട് പറയണം എന്ന് മാനുഷികമായി അറിയാത്ത ഘട്ടങ്ങളുണ്ട്. ഞാൻ പലപ്പോഴും ബുദ്ധിമുട്ടിയിട്ടുണ്ട്. എന്ത് വാക്കാണ് അവരോട് പറഞ്ഞ് അവരെ ഒന്ന് ദൈവത്തിൽ ധൈര്യപ്പെടുത്തേണ്ടത്. പലപ്പോഴും നമ്മൾ വാക്കുകൾ നഷ്ടപ്പെട്ടവരായി പോകും. പക്ഷെ ആത്മനിറവുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ആ സാഹചര്യത്തിൽ ആ വ്യക്തിക്ക് ബലം പകരാനുള്ള ഒരു വാക്ക് ആ വ്യക്തിയുടെ നാവിൽ കാണും. അത് ഉണ്ടാക്കിയെടുക്കുന്നതല്ല, കാണാതെ പഠിച്ചേച്ച് വന്ന് പറയുന്നതല്ല. ആ സാഹചര്യത്തിൽ നമ്മൾ വചനത്തിൽ വായിക്കുന്നത് പോലെ തക്ക സമയത്ത് പറയുന്ന വാക്ക് വെള്ളിത്താലത്തിൽ പൊന്നരങ്ങ പോലെ എന്ന് പറഞ്ഞാൽ അതൊരിക്കലും അസ്ഥാനത്തായി പോകത്തില്ല, പ്രയോജനമില്ലാത്തതായി മാറത്തില്ല. ആ ഒറ്റ വാക്കായിരിക്കും ചിലപ്പോൾ ആ വ്യക്തിക്ക് ആ സമയത്ത് നിൽക്കുവാനുള്ള ഊർജം പകരുന്നത്. നമ്മളിൽ നിന്ന് വരുന്നതല്ല, അത് ആത്മാവ് തരുന്നതാണ്. ചിലപ്പോൾ ജീവിതം പോലും അവസാനിപ്പിക്കാനായിട്ട് നിൽക്കുന്നവരുടെ മുമ്പിലായിരിക്കാം ആത്മപ്രേരണയോടെ നാം ചെന്ന് ചില വാക്കുകൾ പറയുന്നത്. നാം ഓരോരുത്തരും ഇവിടെ ഇരിക്കുമ്പോൾ മനസ്സിലാക്കണം, ദൈവകൃപയിൽ നാം നിൽക്കുന്നത് കൊണ്ടാണ് പലരും ഇന്ന് ജീവനോടെ പോലും ആയിരിക്കുന്നത്. എത്രയോ പ്രയാസകരമായ ഘട്ടങ്ങൾ നാം മുഖാമുഖം കണ്ടു കഴിഞ്ഞു നമ്മുടെ ജീവിതങ്ങളിൽ. എന്തുകൊണ്ടാ ലോകക്കാർ ജീവൻ ഒടുക്കുന്നത് പോലെ നാം ജീവൻ ഒടുക്കാതെ ഇന്നും ക്രിസ്തീയ പ്രത്യാശയുള്ളവരായി നിൽക്കുന്നത് എന്തുകൊണ്ടാ? ആ തക്ക സമയങ്ങളിൽ ദൈവം നമുക്ക് തന്ന വചനമല്ലേ, നമുക്ക് ദൈവം ബലപ്പെടുത്തിയ വാക്യങ്ങളല്ലേ, ചിലപ്പോൾ ഏതോ ഒരു ദൈവ പൈതൽ അന്നേരം നമ്മളെ ഫോൺ വിളിച്ച് സംസാരിച്ചതല്ലേ. നമ്മൾ ഓർക്കണം, ആ അവസ്ഥകളെ നമ്മൾ ധ്യാനിക്കണം. പക്ഷേ ആ വിടുതലിരുന്ന് അവരുടെ ആരുടെയും വാക്കുകളിലല്ല, ആത്മപ്രേരിതരായി അവരെ വാക്കുകൾ ഉപയോഗിച്ചത് കൊണ്ടാണ്. അവിടെ ക്രെഡിറ്റ് ആ വ്യക്തിക്കല്ല, ദൈവത്തിനാണ് ആ മഹത്വം നമ്മൾ കൊടുക്കേണ്ടത്. അതാണ് പ്രത്യേകത. ജീവനുള്ള വാക്കുകളും അല്ലാത്ത വാക്കുകളും തമ്മിലുള്ള പ്രത്യേകത അതാണ്. ഇനി താഴോട്ട് നമ്മൾ നോക്കുമ്പോൾ 12-ാം വാക്യത്തിൽ എന്താ കാണുന്നേ? കർത്താവിന്റെ കണ്ണ് നീതിമാന്മാരുടെ മേലും അവന്റെ ചെവി അവരുടെ പ്രാർത്ഥനയ്ക്കും തുറന്നിരിക്കുന്നു, എന്നാൽ കർത്താവിന്റെ മുഖം ദുഷ്പ്രവർത്തിക്കാർക്ക് പ്രതികൂലമായിരിക്കുന്നു. ഇവിടെ ചില കാര്യങ്ങൾ നാം ശ്രദ്ധിക്കണം. കർത്താവിന്റെ കണ്ണ്, അവന്റെ ചെവി, കർത്താവിന്റെ മുഖം, ഈ 3 വാക്കുകൾ നമ്മൾ അവിടെ കാണുന്നുണ്ട്. അത് പ്രത്യേകമായി നമ്മൾ ശ്രദ്ധിക്കണം. കർത്താവിന്റെ കണ്ണ്, കർത്താവിന്റെ ചെവി, കർത്താവിന്റെ മുഖം. ഇവിടെ നാം ശ്രദ്ധിക്കേണ്ടത് എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ഇത്രയും നേരവും നാക്കിന്റെ തെറ്റായ ഉപയോഗത്തെ കുറിച്ചാണ് പറഞ്ഞു വന്നേ അല്ലേ? നിങ്ങൾ വ്യാജം പറയാൻ പോകരുത്, ദോഷം പറയാൻ പോകരുത്, ഗുണം ചെയ്യണം, സമാധാനം അന്വേഷിക്കണം, എല്ലാം പറഞ്ഞിട്ട് താഴെ എന്താ പറഞ്ഞിരിക്കുന്നത്? കർത്താവിന്റെ കണ്ണ് ആരുടെ പ്രാർത്ഥനയ്ക്കുണ്ട്? നീതിമാന്മാരുടെ മേൽ കർത്താവിന്റെ കണ്ണുണ്ട്. അത് മാത്രവുമല്ല, അവന്റെ ചെവി അവരുടെ പ്രാർത്ഥനയ്ക്കും തുറന്നിരിക്കുന്നു. അപ്പൊ ആരുടെ പ്രാർത്ഥനയാ ദൈവം കേൾക്കുന്നത്? നീതിമാന്മാരുടെ പ്രാർത്ഥന. അപ്പൊ ആരുടേത് കേൾക്കത്തില്ല? ദുഷ്ടന്മാരുടെ കേൾക്കത്തില്ല. തൊട്ട് താഴെ പറയുന്നുണ്ട്, ദുഷ്പ്രവർത്തിക്കാർക്ക് പ്രതികൂലമാണ് ദൈവത്തിന്റെ മുഖമെന്ന് അവിടെ പറയുന്നുണ്ട്. എന്താ അവിടെ പറഞ്ഞിരിക്കുന്നേ? ഷോർട്ട് ഫോമിൽ പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെ ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ, നാക്ക് ശരിയായിട്ട് ഉപയോഗിക്കാത്ത ഒരാളുടെ പ്രാർത്ഥന ആര് കേൾക്കത്തില്ല? ദൈവം കേൾക്കത്തില്ലെന്ന് അതിന്റെ അർത്ഥം. എന്ന് വെച്ചാൽ ഭിന്നത ഉണ്ടാക്കിയിട്ട് പാഴ്വാക്ക് പറഞ്ഞേച്ച് തമാശയും കളിചിരിയും അതും ഇതും എല്ലാം പറഞ്ഞേച്ച് പ്രാർത്ഥിക്കാൻ വന്നിരുന്ന് നമ്മൾ പറഞ്ഞ പോലെ കമ്പോളം ചൂടാക്കി കഴിഞ്ഞാൽ അങ്ങോട്ട് പോകത്തില്ലെന്ന് അതിന്റെ അർത്ഥം. അവിടെ ചിലപ്പോൾ നമുക്കൊന്ന് ചൂട് പിടിപ്പിക്കാം, പക്ഷെ മേളിലോട്ട് പോകത്തില്ല. കാര്യം ദൈവത്തിന് കേൾക്കണ്ട അങ്ങനെയുള്ളവരുടെ പ്രാർത്ഥനയെന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ആവശ്യമില്ലാത്ത സംസാരങ്ങളിൽ ഇടപെട്ട് ദൈവസഭയ്ക്കകത്ത് കലക്കമുണ്ടാക്കി പ്രയോജനമില്ലാത്ത വർത്തമാനങ്ങൾ പറഞ്ഞേച്ചു വന്ന് നമ്മൾ കമ്പോളം ചൂടാക്കുന്ന പ്രാർത്ഥന പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കത്തില്ലെന്ന് അതിന്റെ അർത്ഥം. പലപ്പോഴും നമ്മൾ പല വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. എല്ലാ പ്രാർത്ഥനയ്ക്കും മറുപടി കിട്ടിയിട്ടുണ്ടോ? ഇല്ല. നമ്മുടെ പല പ്രാർത്ഥനകൾക്കും മറുപടി കിട്ടിയിട്ടില്ല. ഞാനും പല വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, പലതിനും മറുപടി കിട്ടിയിട്ടില്ല. പല മറുപടി കിട്ടാത്ത പ്രാർത്ഥനകൾക്കും പല കാരണങ്ങളുണ്ട്. നമ്മൾ വചനത്തിൽ ഇത് മനസ്സിലാക്കുന്നുണ്ട്, പല കാരണങ്ങളുണ്ട്. പക്ഷെ അതിലെ ഒരു കാരണമായി ഇത്. നമ്മുടെ പല പ്രാർത്ഥനകൾക്ക് എന്താ മറുപടി കിട്ടാത്തെന്നറിയാമോ? പലതും പറഞ്ഞേച്ച് വന്നിട്ടാ നമ്മൾ പ്രാർത്ഥിക്കാനിരിക്കുന്നത്. അങ്ങനെ ഒരാൾ പ്രാർത്ഥിക്കാനിരിക്കുമ്പോഴേ ദൈവത്തിന്റെ ചെവി, അവിടെ ദൈവത്തിന്റെ ചെവി, ദൈവത്തിന്റെ കണ്ണ്, മുഖമെന്ന് പറയുമ്പോൾ നമുക്കത് മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞു തരുക. നമുക്കിഷ്ടമില്ലാത്ത ഒരാൾ നമ്മുടെ അടുത്ത് വന്ന് പല കാര്യങ്ങളും പറഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കുമോ? ഇല്ല. കാരണം നമുക്കറിയാം പ്രയോജനമുള്ള ഒന്നും അതിനകത്ത് ഇല്ല എന്നുള്ളത്. അപ്പോ ഈ പരകാര്യങ്ങളിൽ ഇടപെട്ടേച്ച് പലതും പറഞ്ഞേച്ച് വന്ന് ദൈവസന്ധി പ്രാർത്ഥിക്കാനിരുന്നാൽ കർത്താവിനറിയാം ഈ പകലെല്ലാം എന്തോ പറഞ്ഞേച്ച് വന്ന് ഈ രാത്രി പ്രാർത്ഥിക്കാനിരിക്കുന്നതെന്ന്. അങ്ങനെയുള്ളവരുടെ പ്രാർത്ഥന ദൈവത്തിന് വെറുപ്പാണെന്നാ. ദൈവത്തിന് കേൾക്കണ്ട. എന്താ നമ്മുടെ പല പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടാത്തത്? പരകാര്യങ്ങളിൽ ഇടപെട്ട് ആവശ്യമില്ലാത്തത് ഈ നാക്കുകൊണ്ട് പറഞ്ഞേച്ച് വന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആ പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കുകയില്ല.
നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരം കിട്ടാത്ത പ്രാർത്ഥനകളെ കുറിച്ച് നമ്മൾ തന്നെ ചിന്തിക്കുക. നമ്മുടെ നാവ് എവിടെയാ തെറ്റിപ്പോയത്? നമ്മുടെ നാവ് എവിടെയാ പിഴച്ചു പോയത്? അരുതാത്ത വാക്കുകൾ സംസാരിച്ചിട്ട് നമ്മൾ പ്രാർത്ഥിച്ചാൽ അങ്ങനെയുള്ള പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടുകയില്ല. അങ്ങനെയുള്ളവർക്കെതിരായിട്ട് എന്താ? കർത്താവിന്റെ മുഖം ദുഷ്പ്രവർത്തിക്കാർക്ക് പ്രതികൂലമാണെന്ന് അവിടെ പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിന്റെ മുഖം അവർക്കെതിരെയാണെന്ന് വെച്ചാൽ മുഖം തിരിച്ചെന്നാണ് അതിന്റെ അർത്ഥം. ദൈവം മുഖം തിരിക്കുക എന്ന് പറഞ്ഞാൽ അത് ന്യായവിധിയുടെ ഒരു സിമ്പലായിട്ടാണ് നമ്മൾ കാണുന്നത്. പഴയ നിയമത്തിൽ പല ഇടങ്ങളിലും ദൈവം മുഖം തിരിച്ചു നമ്മൾ കാണുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായം 13-ാം വാക്യം, ഇരമ്യാ പ്രവചനം 4-ാം അധ്യായം 16-ാം വാക്യം, ലെവിറ്റിക്കസ് 17:10, ലേവ്യ പുസ്തകം 17:10, ലേവ്യ 20:3. എന്നോട് പറയാം. ഉൽപ്പത്തി പുസ്തകം 19:13, ഇരമ്യാവ് 4:16, ലേവ്യ പുസ്തകം 17:10, 20:3. ഈ ഭാഗങ്ങളെല്ലാം ചിലപ്പോൾ മലയാളത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ദൈവത്തിന്റെ മുഖമെന്ന് പ്രത്യക്ഷത്തിൽ അവിടെ കാണത്തില്ല. പക്ഷെ ഇംഗ്ലീഷിലെ മറ്റു ട്രാൻസ്ലേഷനും കൂടെ നമ്മൾ ചേർത്ത് വായിച്ചാൽ അവിടെ പലയിടങ്ങളിലും ദൈവത്തിന്റെ മുഖം അവർക്കെതിരായി, അല്ലെ ദൈവമുഖം തിരിച്ചു എന്നൊരു പ്രയോഗം അവിടെ കാണുന്നുണ്ട്. ദൈവത്തിന്റെ മുഖം തിരിയുക, അല്ലെ ദൈവമുഖം തിരിച്ചു എന്ന് പറഞ്ഞാൽ അത് ന്യായവിധിയുടെ അടയാളമായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇവിടെ കണ്ടോ, ദുഷ്പ്രവർത്തിക്കാർക്ക് പ്രതികൂലമാണ് ദൈവത്തിന്റെ മുഖം എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ളവരിലോട് ഒരു ശ്രദ്ധയുമില്ല. മുഖം തിരിച്ചു എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ളവർക്ക് ഇനി ശേഷിക്കുന്നത് എന്തേ ഉള്ളൂ? ന്യായവിധി മാത്രമേ ഉള്ളൂ. അപ്പൊ ദൈവത്തിന്റെ മുഖം തിരിയുക എന്ന് പറഞ്ഞാൽ ന്യായവിധി ആരംഭിച്ചു എന്ന ആ വാക്യത്തിന്റെ അർത്ഥം. നമ്മുടെ പ്രാർത്ഥനകൾക്ക് ദൈവത്തിന്റെ മുഖം തിരിഞ്ഞോ? ദൈവത്തിന്റെ മുഖം നമുക്കെതിരായിട്ടാണോ നിൽക്കുന്നത്? ന്യായവിധിയുടെ വക്കിലാണോ നാം ഓരോരുത്തരും? നമ്മൾ നമ്മളെ തന്നെ പരിശോധിക്കേണ്ടതായിട്ടിരിക്കുന്നു. ദൈവമുഖം തിരിഞ്ഞ് നമ്മളിൽ നിന്നും നോക്കാതെ, ദൈവമുഖം തിരിയുക എന്ന് പറഞ്ഞാൽ ഇനി കടാക്ഷമില്ല, ഇനിയും കരുണ കാണിക്കുന്നില്ല, ഇനി ന്യായവിധി മാത്രമേ ഉള്ളൂ എന്നുള്ളതാ. അരുതാത്തവണ്ണം നാവുകളെ പ്രയോഗിച്ചേച്ച് പ്രാർത്ഥിക്കാനിരുന്നാൽ ദൈവം മുഖം തിരിച്ചു കളയും. അവിടുത്തെ ചെവി നമ്മുടെ പ്രാർത്ഥനകൾക്ക് തുറന്നിരിക്കുകയില്ല. അതുകൊണ്ട് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളെ നമുക്ക് തന്നെ പരിശോധിക്കാം. ന്യായവിധിയുടെ വക്കിലാണോ നാം നിൽക്കുന്നത്? മടങ്ങി വരുവാനുള്ള ആലോചനയാണ് ദൈവത്തിന്റെ വചനം നമ്മളെ പ്രബോധിപ്പിക്കുന്നത്. അതേ സമയം തന്നെ ഒരു കാര്യം ഇവിടെ എഴുതിയിട്ടുണ്ട്. എന്താണ്? നീതിമാന്മാരുടെ മേൽ ദൈവത്തിന്റെ കണ്ണുണ്ട്. ദൈവത്തിന്റെ ചെവി അവരുടെ പ്രാർത്ഥനകൾക്ക് എന്താണ്? തുറന്നിരിക്കുന്നു. ദൈവമുഖം അവർക്കെതിരെയല്ല. എന്താ ആ വാക്കുകളുടെ അർത്ഥം? എന്താ നമുക്ക് അവിടുന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്? എന്താ നീതിമാൻ എന്ന വാക്കിന്റെ അർത്ഥം? എന്താ നീതിമാൻ? നീതിമാനായി ആരും ഇല്ലെന്നല്ലേ വചനം പറയുന്നേ. പിന്നെന്താ ഇവിടെ നീതിമാൻ എന്ന് പറയാൻ കാര്യം? അത് പെർഫെക്ഷനെ അല്ല കാണിക്കുന്നത്, നമ്മൾ പൂർണ്ണരാണെന്നുള്ളതല്ല കാണിക്കുന്നത്. ദൈവ വഴിയിൽ സത്യസന്ധമായി നടക്കാൻ ഹൃദയ പരമാർത്ഥത ഉള്ളവരെന്നാണ് ആ വാക്കിന്റെ അർത്ഥം. ഹൃദയ പരമാർത്ഥം വെച്ചാൽ വഞ്ചനയില്ലാതെ, കപടമില്ലാതെ, സത്യസന്ധമായി പരമാർത്ഥ ഹൃദയമുള്ളവരായി ദൈവത്തെ അന്വേഷിക്കുന്നവരെന്ന അർത്ഥം. അവിടെ പറഞ്ഞിരിക്കുന്നത് എന്തെന്നറിയാമോ? നീതിമാന്മാരായിട്ടുള്ളവരെ ദൈവം എന്ത് ചെയ്യുന്നു? കാണുന്നു. അങ്ങനെയുള്ളവരുടെ മേൽ ദൈവത്തിന്റെ കണ്ണുണ്ട് എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഈ കോണ്ടെക്സ്റ്റിനോടുള്ള ബന്ധത്തിൽ നാം തിരിച്ചറിയണം, ഈ സമൂഹം ക്രിസ്ത്യാനികൾ എന്ന പേരിൽ കഷ്ടം അനുഭവിക്കുന്നവരാ, സത്യത്തിന് വേണ്ടി കഷ്ടം അനുഭവിച്ചവരാ. അവരുടെ കയ്യിലിരിപ്പ് കൊണ്ടല്ല അവർക്ക് അടി കിട്ടിയത്, അവർ കാരാഗ്രഹങ്ങളിലായത്, സത്യത്തിന് വേണ്ടി നിന്നവരാ. അവരോട് അപ്പോസ്തലനായ പത്രോസ് പറയുന്നത് അറിയാമോ? പ്രതികാരം കാണിക്കാനും നാവുകൊണ്ട് പകരം വീട്ടാനും പോകണ്ട, നീതിമാന്മാരായി നിന്നാൽ നിങ്ങളുടെ മേൽ ദൈവത്തിന്റെ കണ്ണുണ്ട്. ദൈവത്തിന്റെ ചെവി, കർത്താവിന്റെ ചെവി നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് തുറന്നിരിക്കുന്നു എന്ന് അവിടെ പറഞ്ഞിരിക്കുന്നത്. ശരിക്കും ആ കണ്ണ് അവരെ നോക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? ഏറ്റവും വിലപിടിപ്പുള്ള ഒരു വസ്തുവിൽ നിന്ന് കണ്ണെടുത്തു മാറ്റാതെ അതിനെ എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു അർത്ഥമാണ് അവിടെ പറയുന്നത്. നമ്മൾ പാടിയല്ലോ, കണ്ണുനീർ കാണുമ്പോൾ മനസ്സലിയുന്ന കരുണയിൻ കണ്ണുള്ള കാരുണ്യ വാരിധേ, നീതിമാന്മാരുടെ പ്രാർത്ഥന കേൾക്കുന്ന, സത്യസന്ധമായി കർത്താവിനെ അന്വേഷിക്കാൻ, ഹൃദയ പരമാർത്ഥതയോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരെ ദൈവം കാണുന്നു എന്നുള്ളത് ദൈവത്തിന്റെ വചനത്തിൽ കൂടെ നാം മനസ്സിലാക്കണം. കർത്താവിന്റെ കണ്ണെത്തിപ്പെടാത്ത ഒരിടവുമില്ല പ്രിയമുള്ളവരെ. അത് ദുഷ്പ്രവർത്തിക്കാരോടുള്ള ബന്ധത്തിലാണെങ്കിലും ദൈവമുഖം അന്വേഷിച്ച് സത്യസന്ധരായി ഈ തലമുറയിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവരുടെ മേലും ആരുടെ കണ്ണുണ്ട്? കർത്താവിന്റെ കണ്ണുണ്ട്. അവിടുത്തെ ചെവി അവരുടെ പ്രാർത്ഥനകൾക്ക് തുറന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ളവർ ദൈവകൃപയിൽ ജീവിച്ച്
സത്യസന്ധമായി ദൈവത്തെ അന്വേഷിക്കുന്നവർ ലോകത്തിന്റെ ഏത് കോണിൽ പോയിരുന്നു എൻ്റെ ദൈവമേ എന്ന് വിളിക്കുമ്പോൾ സ്വർഗം അവർക്ക് വേണ്ടി തുറക്കുകയാ പ്രിയമുള്ളവരെ. ഏത് കോണിൽ, ഏത് സാഹചര്യത്തിൽ, ഏത് പ്രതിസന്ധിയിൽ കൂടി കടന്നു പോകുമ്പോഴും അബ്ബാ എന്ന് വിളിക്കുമ്പോൾ സ്വർഗം നമുക്ക് വേണ്ടി തുറന്നു വരികയാണ്. എങ്ങനെയുള്ളവർക്കാ? നീതിമാന്മാരായിട്ടുള്ളവർക്ക്, നിഷ്കളങ്കമായിട്ടുള്ളവർക്ക്, നാവ് ശരിയായി ഉപയോഗിക്കുന്നവർക്ക്, ദൈവത്തിന് വേണ്ടി നിൽക്കുന്നവർക്ക്, ദൈവസഭയ്ക്ക് വേണ്ടി നിൽക്കുന്നവർക്ക്. അങ്ങനെയുള്ളവരുടെ പ്രാർത്ഥനകൾ വൃഥാവായി പോവുകയില്ല. അങ്ങനെയുള്ളവരുടെ പ്രാർത്ഥനകൾ വെറുതെയായി പോവുകയില്ല. നമ്മുടെ പലരുടെയും പല വിഷയങ്ങളിലും പ്രാർത്ഥിക്കുന്നവരാണോ നമ്മൾ ഓരോരുത്തരും. പലപ്പോഴും നമ്മൾ പറയാറുള്ള ഒരു കാര്യമുണ്ട്, ദൈവം എന്നെ കാണുന്നില്ലയോ, ഞാൻ ഈ പറയുന്ന ഒന്നും കേൾക്കുന്നില്ലയോ. നമ്മുടെ തെറ്റിദ്ധാരണയാണ്, നമ്മുടെ മിഥ്യാധാരണയാണ്. യഥാർത്ഥമായി ദൈവത്തെ അന്വേഷിക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മേൽ അവിടുത്തെ കണ്ണുണ്ട്. എന്തുകൊണ്ടാ പല പ്രാർത്ഥനകൾക്കും നമ്മൾ ഉദ്ദേശിക്കുന്ന സമയത്ത് ഉത്തരം കിട്ടത്തില്ല? അവിടുത്തെ ഹിതത്തിൽ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നമുക്ക് ശരിക്കും ആവശ്യമാണോ ഇല്ലെന്നുള്ള ദൈവത്തിന് അറിയാം. ചിലതിന് നമുക്ക് ഉത്തരം തരത്തില്ല. അതെന്താണെന്ന് അറിയാമോ? നമ്മുടെ മേൽ അവിടുത്തെ കണ്ണുള്ളത് കൊണ്ട്. അത് നമുക്ക് തന്നാൽ നമ്മൾക്കത് പ്രയാസം ഉണ്ടാക്കുന്നതാണ് ദൈവത്തിന് മുന്നമേ അറിയാം. അതുകൊണ്ട് നമ്മളെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് പല പ്രാർത്ഥനകൾക്കും നാം ഉദ്ദേശിക്കുന്ന ഉത്തരം കിട്ടാത്തത്. പ്രിയമുള്ളവരെ, നമ്മുടെ മേൽ എപ്പോഴും നമ്മളെ നോക്കുന്ന, നമ്മൾ പാട്ടിൽ പാടാറുണ്ടല്ലോ, ദൃഷ്ടി എൻ്റെ മേൽ വെച്ച് ഇഷ്ടമായി എന്നെ നോക്കുന്ന, എൻ്റെ ജീവിതത്തെ മുഴുവനും നമ്മൾ ഓരോ ഘട്ടങ്ങളെ കാണുന്നുള്ളൂ. പക്ഷേ വരാൻ പോകുന്നതും എല്ലാം മുന്നമേ കാണുന്ന ആ കണ്ണുകൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിന്റെ മേലുണ്ട്. അത് നമുക്ക് ഒരേ സമയം ആശ്വാസവും തരുന്നതാണ്, നമ്മളെ ഭയപ്പെടുത്തുന്നതുമായിരിക്കണം. എന്താണെന്ന് അറിയാമോ? കണ്ണുണ്ട് എല്ലായ്പ്പോഴും. അതുകൊണ്ട് എൻ്റെ ഓരോ ചലനവും അവിടത്തേക്ക് അറിയാം. ഞാൻ എന്ത് കാണുന്നു, ഞാൻ എവിടെ പോകുന്നു, ഞാൻ ആരുടെ കൂടെ ഇരിക്കുന്നു, ഞാൻ എന്ത് ചെയ്യുന്നു, സകലതും അവിടുത്തെ കണ്ണിന്റെ മുമ്പിൽ നഗ്നവും മലർന്നതുമായി ഇരിക്കുന്നു. അവിടുത്തെയുമായിട്ടാണ് നാം കാര്യം തീർക്കേണ്ടത്. അതുകൊണ്ട് ഈ രാത്രികാലം എനിക്ക് പ്രിയമുള്ളവരെ ധൈര്യപ്പെടുത്തുവാനും അതേസമയം പ്രബോധിപ്പിക്കാനുമുള്ള ഒരു കാര്യം ഇതാണ്: കർത്താവിന്റെ കണ്ണ് നമ്മുടെ ഓരോരുത്തരുടെ മേലുണ്ട്. നാം അനാഥരല്ല. സാഹചര്യങ്ങൾ കഠിനമാകുമ്പോൾ, എല്ലാം കൺട്രോൾ വിട്ട പോലെ തോന്നുമ്പോൾ അത് മാനുഷികമായിട്ടാണ്. പക്ഷെ നമ്മുടെ മേൽ കണ്ണെടുത്ത് മാറ്റാതെ നമ്മുടെ മേൽ എപ്പോഴും അവിടുത്തെ ദൃഷ്ടി പതിക്കുന്ന നമ്മുടെ ഉടയവൻ നമ്മുടെ ഒപ്പമുണ്ടെന്നുള്ളത് നാം തിരിച്ചറിയണം. ഒരു പാത്രം ഉണ്ടാക്കിയെടുക്കുമ്പോൾ ആ പാത്രത്തിന്റെ അതിനെ ഷേപ്പ് ചെയ്തെടുക്കുന്ന ഓരോ ഘട്ടത്തിലും കുശവൻ കണ്ണെടുത്ത് മാറ്റാതെ അതിനെ ക്രമീകരിക്കുന്നത് പോലെ ദൈവം നമ്മുടെ കുശവനും നാം അവിടുത്തെ കയ്യിലെ കളിമണ്ണുകളുമാണ്. നമ്മെ ഒരുക്കുമ്പോൾ നമ്മുടെ ഓരോ സാഹചര്യങ്ങളിലും നാം ആ കുശവന്റെ ഉള്ളിലെ അതേ രൂപത്തിൽ വരേണ്ടതിന് വേണ്ടി കണ്ണെടുക്കാതെ നമ്മുടെ മേൽ എപ്പോഴും ദൃഷ്ടിയുള്ള ഒരു ഉടയവൻ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട്. എന്നാൽ മറക്കരുത്, ആ കണ്ണുകൾ നമ്മുടെ ഓരോ ചലനത്തെയും ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് അരുതാത്ത വർത്തമാനങ്ങളിൽ, അരുതാത്ത കൂട്ടായ്മകളിൽ, അരുതാത്ത ഇടങ്ങളിൽ നാം പോകാതെ നമ്മെ തന്നെ സൂക്ഷിക്കുവാൻ ദൈവം നമുക്ക് കൃപ തരട്ടെ. 13-14 വാക്യങ്ങൾ പിന്നിൽ വായിച്ചാൽ മതി. അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ച് നമുക്ക് ഇന്നത്തെ ധ്യാനം അവസാനിപ്പിക്കാം. അവിടെ എന്താ വായിക്കുന്നത്? നിങ്ങൾ നന്മ ചെയ്യുന്നതിൽ ശുഷ്കാന്തി ഉള്ളവർ ആകുന്നുവെങ്കിൽ നിങ്ങൾക്ക് ദോഷം ചെയ്യുന്നവനാർ. നീതി നിമിത്തം കഷ്ടം സഹിക്കേണ്ടി വന്നാലും നിങ്ങൾ ഭാഗ്യവാന്മാർ. താഴോട്ട് നമ്മൾ പിന്നീട് വായിച്ചാൽ മതി. ശരിക്കും ഈ വാക്യങ്ങളുമായിട്ട് അതിനുള്ള ബന്ധം എന്താണ്? അപ്പോസ്തലനായ പത്രോസ് ഈ കമ്മ്യൂണിറ്റിയോട് പറയുന്നത് ഇതാണ്: നിങ്ങൾ നന്മ ചെയ്യുന്നതിൽ എങ്ങനെയുള്ളവരായിരിക്കണം? ശുഷ്കാന്തി ഉള്ളവരായിരിക്കണം. ഈ നന്മ എന്നുള്ള പ്രയോഗം നമ്മൾ മുകളിലും കണ്ട്. എന്താണ്? ശുഭകാലം കാണുവാൻ ആഗ്രഹിക്കുക. ഗുഡ് എന്നുള്ള ആ പ്രയോഗം നമ്മൾ ഇംഗ്ലീഷിൽ രണ്ടിടത്തും കാണുന്നുണ്ട്. അപ്പോ ഈ നന്മ ചെയ്യാന്ന് പറഞ്ഞാൽ എന്തെന്നറിയാമോ? നിങ്ങൾ ഇവിടെ ഇപ്പോൾ കാരാഗ്രഹത്തിലായിരിക്കും നിങ്ങളുടെ കയ്യിലെ തെറ്റുകൊണ്ടല്ല, ക്രിസ്ത്യാനികൾ എന്നുള്ള ഐഡന്റിറ്റി കൊണ്ടാണ് എന്തിരിക്കുന്നത്, നിങ്ങൾ ഇന്ന് കാരാഗ്രഹത്തിലായിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഏത് ഘട്ടത്തിൽ പോയാലും നിങ്ങളെ ദോഷം ചെയ്യാൻ ആർക്കും കഴിയത്തില്ല എന്നുള്ള പദത്തിന്റെ അർത്ഥം, നീതിമാന്മാരുടെ മേൽ ആരുടെ കണ്ണുണ്ട്? കർത്താവിന്റെ കണ്ണുണ്ട്. കാരാഗ്രഹത്തിൽ അവിടെ ഇരിക്കുമ്പോഴും നിങ്ങളുടെ മേൽ ആരുടെ കണ്ണുണ്ട്? ഈ കർത്താവിന്റെ കണ്ണുകൾ നിങ്ങളുടെ മേലുണ്ട്. ആർക്കും ദോഷം ചെയ്യാൻ കഴിയത്തില്ല എന്നവിടെ പറയുമ്പോൾ ഈ സംഭവിക്കുന്നതൊക്കെ കർത്താവ് അറിയാതെയല്ല. ഈ കഠിനമായ പെർസിക്യൂഷനിൽ കൂടി പോകുമ്പോഴും നിങ്ങളെ കാണുന്ന കണ്ണുകളുണ്ട്. അതേസമയം ശ്രദ്ധിക്കണം, നിങ്ങൾക്ക് ദോഷം ചെയ്യാൻ ആർക്കും കഴിയത്തില്ല. എന്നാൽ നീതി നിമിത്തം കഷ്ടം സഹിക്കേണ്ടി വന്നാലും നിങ്ങൾ ആരാണ്? ഭാഗ്യവാന്മാരാണ്. കാരണം എന്താണെന്ന് അറിയാമോ? നിങ്ങളുടെ ഈ ജഡ ശരീരത്തെ മാത്രമേ അഥവാ കൊല്ലാൻ കഴിഞ്ഞാലും അവർക്ക് കൊല്ലാൻ കഴിയത്തുള്ളൂ.
പക്ഷേ നിങ്ങളുടെ മേൽ എന്നും ദൃഷ്ടി വെച്ച് നോക്കുന്ന, നിങ്ങളുടെ മേൽ ഉത്തരവാദിത്വമുള്ള ഒരു കർത്താവ് നിങ്ങൾക്ക് ഉണ്ടെന്ന് അവർക്ക് ബോധ്യം കൊടുക്കുന്നത്. എന്താണെന്നറിയാമോ? മരണം കൊണ്ട് അവസാനിക്കുന്നതല്ല നിങ്ങളുടെ പ്രതീക്ഷകൾ, നിങ്ങളുടെ പ്രത്യാശകൾ ഈ ലോകം കൊണ്ടോ ഈ കാരാഗ്രഹം കൊണ്ടോ തീരുന്നതല്ല. അതിനപ്പുറത്ത് നിങ്ങളെ എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുന്ന കർത്താവിൻ്റെ സാന്നിധ്യത്തിലേക്ക്, ആ ഇമ്മീഡിയറ്റ് പ്രസൻസിലേക്കാണ് നിങ്ങൾ കടന്നു പോകുന്നത് എന്നുള്ളതാണ് ഈ ദൈവമക്കളെ അപ്പോസ്തലൻ പറഞ്ഞ് ധൈര്യപ്പെടുന്നത്. എത്ര ഭാഗ്യകരമായ പ്രത്യാശയാണ് നമുക്ക് ഓരോരുത്തർക്കും ഉള്ളത്. ഈ ഭൂമിയിൽ നാം ആയിരിക്കുമ്പോൾ നമ്മുടെ മേൽ ദൃഷ്ടിയുള്ള നമ്മുടെ കർത്താവ്, നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുന്ന കർത്താവ്. ഇപ്പോൾ നാം ആയിരിക്കുന്ന ഈ പ്രത്യേക ഘട്ടത്തിൽ പീഡനം ശക്തമായി മുറുകിക്കൊണ്ടിരിക്കുകയാണ്. പലയിടങ്ങളിലും നാം ആയിരിക്കുന്ന ഇടങ്ങളിലേക്കൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ യഥാർത്ഥമായി സത്യസന്ധമായി ഹൃദയ പരമാർത്ഥതയോടെ അവിടുത്തെ അന്വേഷിക്കുന്ന ഒരു ക്രിസ്തു ഭക്തന്റെ അല്ലെങ്കിൽ ഒരു ക്രിസ്തു ഭക്തയുടെ ജീവിതം ഇവിടം കൊണ്ട് അവസാനിക്കുന്നില്ല. തല വെട്ടിയത് കൊണ്ടോ അല്ലെങ്കിൽ നമ്മളെ വാളിന്റെ വായ്ത്തലയ്ക്ക് ഇരയാക്കിയത് കൊണ്ടോ ക്രിസ്തീയ പ്രത്യാശ ഈ ലോകം കൊണ്ട് അവസാനിക്കത്തില്ല. നമ്മുടെ മേൽ ദൃഷ്ടിയുള്ള, നമ്മെ നോക്കുന്ന ആ കർത്താവിന്റെ ഇമ്മീഡിയറ്റ് പ്രസൻസിലേക്കാണ് നാം ചെന്നെത്തുന്നത്. അതുകൊണ്ടല്ലേ അപ്പോസ്തലൻ പറയുന്നത്, ജീവനോ മരണത്തിനോ ഈ ലോകത്തിലുള്ള എന്തിനെങ്കിലും യേശുവിന്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ അകറ്റുവാൻ കഴിയുമോ എന്നുള്ളത്. ഈ ലോകത്തിന് അപ്പുറത്തുള്ളതാണ് നമ്മുടെ ഓരോരുത്തരുടെയും പ്രത്യാശ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇന്ന് രാത്രിയിൽ എനിക്ക് പ്രബോധിപ്പിക്കാനുള്ളത് ഇതാണ്: നമ്മുടെ നാവിനെ സൂക്ഷിക്കുവാൻ. ഏത് ഘട്ടത്തിൽ കൂടി കടന്നു പോയാലും ഒരു ദൈവഹിതമില്ലാത്ത പ്രവൃത്തിക്ക് നാം ഈ നാവ് കൊടുക്കാതെ നമ്മെ തന്നെ സൂക്ഷിക്കുവാൻ ദൈവം നമുക്ക് കൃപ തരട്ടെ. അങ്ങനെയുള്ളവരുടെ പ്രാർത്ഥനയ്ക്ക് ദൈവത്തിൻ്റെ ചെവി തുറന്നിരിക്കുന്നു. അങ്ങനെയുള്ളവരുടെ മേൽ കർത്താവിൻ്റെ കണ്ണുണ്ട്. അങ്ങനെയുള്ളവർക്കെതിരായി ദൈവമുഖം തിരിയത്തില്ല. അങ്ങനെയുള്ള ഒരു ഭക്തന്റെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും, അത് മരണമാണെങ്കിൽ കൂടി അത് നഷ്ടമല്ല. എന്നേക്കും അവിടുത്തെ സാന്നിധ്യത്തിലേക്ക് നാം എത്തിപ്പെടുന്നതാണ്. അതുകൊണ്ട് ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.